മൂന്നാഴ്ച കഴിഞ്ഞു. പലപ്പോഴും സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കും, പക്ഷേ പിന്നീട് വൈമനസ് ഉണ്ടാവുകയും അത് ഒഴിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചില ചോദ്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആവശ്യമില്ല എന്നൊരു തോന്നലുണ്ടാവും. പിന്നീട് നമ്മൾ ഇരിക്കുമ്പോഴാണ് അല്ല, നാം പറയാനുള്ളതൊക്കെ പറയണം, അത് തെറ്റായാലും ശരിയായാലും ഭംഗി കുറഞ്ഞാലും ഒക്കെ പറഞ്ഞ് അവസാനിപ്പിക്കണം. അതിൻ്റെ പേരിലാണ് ഇപ്പോഴും വീണ്ടും സംസാരിക്കുന്നത്. എല്ലാവരും ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ എനിക്ക് ഞെട്ടൽ തോന്നിയില്ല. 7 വർഷം മുമ്പാണെങ്കിൽ ശരിയാണ്, ഒരു ഞെട്ടൽ തന്നെയാണ്, തോന്നിപ്പോയി. ഇങ്ങനെയൊക്കെ നടക്കും. ഒരു സഹപ്രവർത്തകയെ കൊട്ടേഷൻ കൊടുത്ത് പീഡനം നടത്തുക, എന്നിട്ടത് പിടിക്കുക, എന്നിട്ട് അത് മറ്റുള്ള എത്തിച്ച് മാനസമ്മർദ്ദം ഉണ്ടാക്കുക. ഒരുപക്ഷെ അവർ സുഹൃത്തുക്കളായിരുന്നപ്പോൾ നല്ല ടൈംസിലായിരിക്കും, സൗഹൃദബന്ധം തകർന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളായിരിക്കും. എന്നാൽ പോലും ഈ തരത്തിൽ സംഭവിക്കുമോ എന്ന് ആലോചിച്ചു. അവസാനം ഇപ്പം എന്തായി? സാക്ഷികളൊക്കെ കൂറുമാറി, കണ്ടവരും കേട്ടവരും അന്ന് പ്രതികരിച്ചവരൊക്കെ മാറി. ഇപ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഒത്തിരിക്കണം. ഇത് കുറേ കാലങ്ങളായി നാം കേൾക്കുന്നതാണ് വാസ്തവം. എനിക്കതുകൊണ്ടൊരു അത്ഭുതം തോന്നിയില്ല. പലവിധ മേഖലയിൽ ഇപ്പോൾ സുരേഷ് ഗോപി എന്ത് പറഞ്ഞാലും ഇതെല്ലാ മേഖലയിലുണ്ട്. പക്ഷേ ഈ സിനിമാ മേഖലയിൽ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അവകാശമാണെന്നും ഇതൊക്കെ അവിടുത്തെ ചടങ്ങാണെന്നും കരുതുന്നു. അപ്പോൾ നമ്മൾ ചടങ്ങ് പറയുമ്പോൾ ഈ ഓഫീസുകളിൽ, സർക്കാർ ഓഫീസുകളിൽ പോയി കൈക്കൂലി കൊടുക്കുക എന്നുള്ളത് ഒരു ചടങ്ങാണ്, അവരുടെ അവകാശവും നമ്മുടെ ചുമതലയായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യാത്തവർക്കൊക്കെ എന്താ അനുഭവിക്കാൻ കഴിയില്ല. ഞാൻ താന്ത്രികമായിട്ട് പറയുക, ഞാൻ എൻ്റെ കുട്ടിയുടെ ആദ്യത്തെ പ്രസവം ഗർഭിണിയായി ഉള്ളൂർ ഹെൽത്ത് സെൻ്ററിലാണ് കാണിച്ചത്. അവിടെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞിട്ടേ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. അത് അവസാനം പറഞ്ഞു, അല്ല ചെറിയ കൊണ്ടുപോകുന്നില്ല, ഫസ്റ്റ് ഡെലിവറിന് കുട്ടി എക്സ്പാൻഷൻ വരുന്നില്ല. ഞാൻ പറഞ്ഞൊന്നും അറിയില്ല. ഇതിന് മുമ്പ് മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവിടുത്തെ അമ്മമാരെല്ലാം പറഞ്ഞു. ഉടനെ കയറ്റി, പ്രസവിച്ച് സുമുറിയിൽ കയറ്റി ഈ മഷിക്ക് ഇറങ്ങി. അവിടുത്തെ അമ്മമാർ ഈ പാലക്കാട്, മോനെ ഈ വരുന്നവർക്ക് നേഴ്സിന് കാശ് കൊടുക്കണം, അല്ലെങ്കിൽ പ്രശ്നമാവും. ഞാൻ പറഞ്ഞു, ഞാനന്ന് ആകാശം ഭൂമി ഇല്ലാത്തൊരു കാലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കൊടുക്കില്ല എന്തായാലും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പ്രസവിച്ച് കുട്ടീനെ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, ഇവിടെയൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, പൈസ കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും. ആര് പറഞ്ഞു? ഞങ്ങളൊന്നും വാങ്ങിക്കാറില്ല. എന്തായാലും ഞാൻ നിങ്ങളോട് ബഹുമാനമില്ലാണ്ടല്ല, ബഹുമാനം കൂടുതലുള്ളതുകൊണ്ടാണ് പൈസ തരാത്തത്. ഇതേപോലെ തന്നെ അവിടെ ഡോക്ടറോടും പറഞ്ഞു. പക്ഷേ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ അവരെല്ലാം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഒരു സിസ്റ്റമായിരുന്നു. ഇതുപോലെ എല്ലാ രംഗത്തുണ്ട്. അപ്പോൾ ഈ സിനിമ ഫീൽഡിൽ കൈക്കൂലി പോലെയാണത്ര ഈ പരിപാടി. ലൈംഗികതയൊക്കെ എല്ലാവർക്കും വരും. പലരും സ്വയസമ്മതത്താൽ ഇരുസമ്മതത്താൽ രണ്ടുപേരും നടക്കായില്ല. ഇതിനൊക്കെ ഒരുപാട് അതിൻ്റെ ചരിത്രവും കൂടി ഉണ്ടാവും, പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് ചരിത്രം. നമ്മൾ മനുഷ്യരായി മാറുമ്പോൾ മാത്രമാണ് ഈ വക നിബന്ധനകൾ ഉണ്ടാവുന്നത്. സെക്സ് പോലും അതിൻ്റെ സമയോചിതമായി നടപ്പാക്കുന്നതൊക്കെ മനുഷ്യൻ ഡെവലപ്പ് ചെയ്തതാണ്. മാതാവ്, പിതാവ്, സഹോദരിയൊക്കെ നമ്മളുണ്ടാക്കിയിട്ടുള്ള സമയത്ത് മൃഗങ്ങൾക്കില്ല. എന്നാൽ മൃഗങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരു കോഴി കുഞ്ഞുള്ള സമയത്ത് അതിനെ ലൈംഗിക പുറത്ത് കയറാൻ ചാത്തൻ പോയി കഴിഞ്ഞാൽ പോകാൻ സമ്മതിക്കാറില്ല. അത് കണ്ട് അങ്ങനെ സമ്മതിക്കാവുന്ന ചാത്തനും പിന്മാറാറുണ്ട്. ഈ മൂരിക്കൊട്ടനാവട്ടെ, അല്ലെങ്കിൽ പശു ആവട്ടെ, ആടാവട്ടെ, അവരൊക്കെ ഈ ശ്രമം നടത്തുമെങ്കിലും അവർ വിസമ്മതിച്ചാൽ പിന്മാറും. പക്ഷേ മനുഷ്യൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല എന്നുള്ളൊരു ദുര്യോഗമുണ്ട് എന്നുള്ളതാണ്. അതെന്താ കാരണം എനിക്ക് തോന്നുന്നത്? അതിന് നമ്മുടെ വളർത്തു ശീലങ്ങൾ ഒക്കെയുണ്ട്. നമ്മുടെ ചെറുപ്പം മുതൽ തന്നെ ഈ ഫ്രീ എന്നുള്ളതൊരു വോഗോസ്റ്റായിട്ട് നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും കുട്ടികൾ ഇതിൽ ആരോഗ്യ വിധേയരായിട്ടുള്ള ജനിച്ചപ്പോഴൊന്നും ഒരിക്കൽ പോലും ഇങ്ങനെ ചെയ്യുന്നവരായിട്ടല്ലല്ലോ വളർന്നത്. സാഹചര്യങ്ങൾ വലുതായും തോറും അവൻ്റെ തലച്ചോറിൽ ഇങ്ങനെ വരികയും ഈ ലൈംഗിക ചോദന ഉണ്ടാകുമ്പോൾ തനിക്ക് അധികാരമുണ്ടെന്നും തോന്നുകയും താൻ എന്ത് ചെയ്താൽ, പ്രത്യേക സിനിമ നടന്മാരെ സംബന്ധിച്ചുള്ള നിങ്ങൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം വാരി പുണരാനും പിടിക്കാനും അവകാശമുള്ളവരാണ്, അതിനു വേണ്ടി തയ്യാറെടുത്ത സ്ത്രീകളാണ് കേരളത്തിൽ നിന്നും. എല്ലായിടത്തും കേരളത്തിൽ ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് പറയേണ്ടത്.
ഇത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം ഇവരുടെ അവകാശമായിട്ടാണ്. പലരും ഇതൊരു സൗകര്യമായി പ്രയോജനപ്പെടുത്തുന്നവരുണ്ട്. കുറച്ച് കാലം മുമ്പ് ഞങ്ങൾ കോളേജിൽ പഠിക്കുക 80കളിലൊക്കെ ആണെന്ന് തോന്നുന്നു, ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇപ്പം പ്രൊഫസർ റിട്ടയർ ചെയ്തു. ഉയർന്ന ഞാനൊക്കെ പഠിക്കണടുത്ത് പോകുമ്പോൾ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അവൻ നന്നായി. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞിട്ട് PG മെസ്സിയിൽ ഇവന് റാങ്ക് കിട്ടുന്നതാണ്, പക്ഷേ പെൺകുട്ടിക്ക് റാങ്ക് കിട്ടി. ഈ രീതിയിൽ കൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നേരിട്ട് പറയുന്ന PhDക്ക് അങ്ങനെ എല്ലാ രംഗത്തുണ്ട് വാസ്തവത്തിൽ. അപ്പോൾ ഇത് ആളുകൾ പലപ്പോഴും നമ്മുടെ പൂച്ച കൊണ്ട് നമ്മുടെ മന്ത്രി ഒരു പ്രാവശ്യം പറഞ്ഞു കേട്ടുള്ളൂ. അത് ഇതെല്ലാം വാസ്തവത്തിൽ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പെൺകുട്ടി ആൺകുട്ടി തമ്മിലുള്ള ബഹുമാനം പഠിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവരണം. തീർത്ത് അവർ പരസ്പരം ഇടപഴകാനും അവർ സംസാരിക്കാനും പരസ്പരം ബഹുമാനിക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് അവസാനിക്കാൻ പോകുന്നില്ല വാസ്തവത്തിൽ. അങ്ങനെയല്ല നമ്മുടെ സിസ്റ്റം എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ ചിലർ പറയും എൻ്റെ ശരീരമാണ്, നമ്മുടെ സീത പറയുന്ന പോലെ എൻ്റെ ശരീരം കണ്ട് മറ്റുള്ള ആൾ മോഹിച്ച് ഞാനെന്താ ചെയ്യാന്ന് പറഞ്ഞ പോലെ തന്നെ പുരുഷൻ ചോദിക്കും എന്താ ചെയ്യുക, എൻ്റെ കണ്ണുകൾ ചെന്നുപെട്ട എനിക്ക് വികാരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരു ഒരു മനുഷ്യ പ്രകൃതിയും കൂടി നമുക്ക് കാണണം. അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം ഇതാക്കുന്നത്. അപ്പോൾ പലതും മറച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് വികാരം ഉണ്ടാവാണ്ടിരിക്കുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. മറിച്ച് ഒരു അപ്പുറത്ത് നിൽക്കുന്നൊരു മനുഷ്യക്കുട്ടിയാണെന്നും നമ്മളെപ്പോൾ മനുഷ്യനെന്നും താല്പര്യമില്ലായ്മയുണ്ടെന്നും അവർ ഉണ്ടാകുന്ന പറഞ്ഞാൽ എതിർപ്പ് പറഞ്ഞാൽ പ്രതിഷേധം പറഞ്ഞാൽ അത് ഒഴിവാക്കി ജനാധിപത്യ മൂല്യബോധം കൂടണം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം ഈ ജനാധിപത്യ ബോധം. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ വലിയ ജനാധിപത്യവാദി എന്ന നിലയ്ക്കല്ല ഞാൻ പറയുന്നർത്ഥം. ഇതാണ് സത്യം. പക്ഷേ ഇപ്പോൾ കാണുന്ന സംഗതികളെല്ലാം നമ്മളെ വിഷമിപ്പിക്കുന്നത് തന്നെയാണ് സത്യമായിട്ടും. ഇതിൻ്റെ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ പല കുട്ടികളും വളരെ മോഹത്തിൽ, പലരും പ്രശസ്തിയും ഗ്ലാമറും പണവും ഒക്കെയാണ് ഇതിൻ്റെ പിന്നിൽ. അല്ലാണ്ടിപ്പോൾ ഈ കലയോടുള്ള അഭിനിവേശം, ഈ സമൂഹത്തെ മാറ്റി തീർക്കാൻ, അല്ലെങ്കിൽ സമൂഹത്തെ സന്തോഷിപ്പിക്കാൻ, അല്ലെങ്കിൽ സമൂഹത്തിന് തിന്മയ്ക്കെതിരായിട്ട് പോരാടാൻ, അങ്ങനെയൊന്നുമല്ല. ഇത് സിനിമയിൽ കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഏത് സ്കൂളിൽ വാർഷികയിലും ഏത് ചെറിയൊരു ഇതിൽ മുഖം കാണിച്ച ആൾക്ക് ഭയങ്കര പ്രസിദ്ധിയായിരിക്കും. ഒരു ജീവിതകാലം മുഴുവൻ ദുഷ്വനായി പ്രവർത്തിച്ച ആൾക്ക് ചിലപ്പോൾ ഒന്നും കിട്ടിയില്ല, അവർ അല്ലെങ്കിൽ അവർക്കൊരു യാതൊരു ബഹുമാനമില്ലാതിരിക്കുകയും ചെയ്യും. ഇവരൊക്കെ വലിയ ആളുകളായി മാറപ്പെടും. അല്ലെങ്കിൽ സിനിമ നടന്ന ഒരു കഥാപാത്രമാണെന്നുള്ള ബോധം നമുക്കില്ല. നമ്മൾ കേരളത്തിൽ അത്ര വലിയ ബുദ്ധിമാന്മാരൊന്നുമല്ല. അല്ലെങ്കിൽ ഇത്ര ഇതുകൊണ്ടില്ല. ഇപ്പോൾ ബിഗ് ബോസിൽ നിന്നൊരു പയ്യൻ ഇറങ്ങി കഴിഞ്ഞാൽ അവന് വട്ടട്ടിട്ട് ആളുകളെ എന്താ തരം കൊണ്ടുപോകും, എന്താണ് ചെയ്തത്. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഒരു കരോട്ടയുടെ ഒരു പയ്യനെയൊക്കെ പറഞ്ഞിട്ട് ലഹള കൂടി നാണൊക്കെ ഇട്ട് പുറത്തേക്ക് വന്നൊരു പയ്യൻ്റെ ചുറ്റും കൂടാൻ കാറും ഫോട്ടോഗ്രാഫേഴ്സും ഇഷ്ടമല്ലെങ്കിൽ കുറേ യൂട്യൂബ് ചാനലുകൾ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് അഖിൽ മാരാർ അഖിൽ മാരാർ പലപ്പോഴും സ്ത്രീവിരുദ്ധത സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം ഓപ്പൺ ആയിട്ട് പറയാം അയാളുടെ പേരിൽ കേസ് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ദുരിതാശ്വാസ ശരിയല്ല എന്ന് പറയും. അതിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഭൂരിപക്ഷം പല ആളുകൾക്കും ദുരിതാശ്വാസ നിധി വകമാറി ചെലവഴിക്കുന്നു. വിശ്വാസമില്ലാണ്ടായി എന്ത് ചെയ്യുക? അതിനാരോ ഉത്തരവാദി? ഈ ഇവിടെ ഭരണകൂടത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങളൊക്കെ ഈ ഇപ്പോൾ പറയുമ്പോൾ പാടശേഖര സംരക്ഷണ നിധി നമുക്ക് കിട്ടുന്ന പൈസ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിനൊരു പെർസ്പെക്റ്റീവ്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ സാന്ദ്രമായിട്ട് പറയുകയാണ്, ഇവർ നിയമം ഇതിൻ്റെ കുറച്ചക്കറ കുറയുമ്പോൾ നമ്മുടെ ചെകുത്താൻ അത് ഈ മോഹൻലാലിൻ്റെ ഈ വയനാട്ടിലുള്ള സന്ദർശിക്കുമ്പോൾ മിലിറ്ററി ചിലപ്പോൾ അത് ബൂസ്റ്റ് ചെയ്യാനോ ബൂസ്റ്റ് ചെയ്തിട്ട് മേജർ റിവ്യൂകൾ കൂട്ടി ഫേസ്ബുക്കിൽ ഇടുന്നു, അത് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ടൈം കഴിഞ്ഞു, ഈ പ്രൊപ്പഗാൻഡ ഈ ദുരന്തത്തിലാണോ പ്രൊപ്പഗാൻഡ എന്ന് ചോദിച്ച ഭാഷയിൽ വ്യത്യാസമുണ്ടോ? അതിന് നരാക്ക് രാമായണം സിദ്ധിക്ക് കൂട്ടിന് പരാതി കൊടുക്കുന്നു. അപ്പോൾ തന്നെ എന്താ വെച്ചാൽ ഒരു വലിയ ആളുകളാണെന്നുള്ള തോന്നലാണ്. വലിയ ആളുകൾക്ക് വലിയ നിയമം, 2 തരം നിയമങ്ങൾ ഇപ്പോഴും കൊണ്ടു കിടക്കണം അസുഖത്തിൽ. അയാൾ പിടിച്ച് അയാളുടെ ലാപ്ടോപ്പ് പിടിച്ച് മറ്റു പിടിച്ചു. ഒന്നാം ആദ്യം ഒരു ആൾക്ക് നമ്മൾ തൊപ്പി അയാൾ ആരും ലൈംഗികമായിട്ട് മോശമാക്കിയിട്ടില്ല. വഴിയിൽ നിന്ന് റോഡ് ഉണ്ടായി തൊപ്പി ഭാഷ അയാളെ അനുഭവിച്ച കുറേ പ്രയാസങ്ങളിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്ന് അയാളുടെ ഭാഷ വ്യത്യാസമായി. അതാണ് അപ്പോഴേക്കും ചെന്നൊക്കെ ബാധി വെട്ടി പൊളിച്ച് ആളെ പിടിച്ച് അകത്താക്കി. പക്ഷെ ഇപ്പോൾ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് ദിലീപിൻ്റെ കാര്യം വന്നപ്പോൾ ഉണ്ടായതാണ്. 2 വർഷം കഴിഞ്ഞു. 4.25 വർഷം അത് ആയിരുന്നു. അതിന് കാരണം വിവരാവകാശം പറഞ്ഞു. അല്ല 10 പേജ് മാറ്റാൻ പറഞ്ഞപ്പോൾ 120 പേജ് മാറ്റി എന്നൊക്കെയാണ്. എന്താണ് ഇതിന് കാരണം? ഇവർക്കൊക്കെ അനുയായികളുണ്ടെന്നാണ്, ഫാൻസ് ഉണ്ടെന്നാണ്. മോഹൻലാൽ ഫാൻസ്, മമ്മൂട്ടി ഫാൻസ്, ദിലീപിന് ഫാൻസ്, സകല പേർക്ക് ഫാൻസാണ്. ഈ ഫാൻസ് എന്നുള്ള വോട്ട് ബാങ്കാണ്. അത് ഈ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമ്പോൾ ഇടതുപക്ഷം ഇപ്പോൾ ചുടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ പേടിക്കുന്നു പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ ഞാൻ പറയും നമ്മുടെ സമൂഹം അത്ര പുരോഗമനോ നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നതല്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ കൃത്യമായിട്ടും ആ കാലത്ത് RSകാരും കോൺഗ്രസ്സുകാരും എല്ലാവരും പറഞ്ഞു ശബരിമലയിൽ സ്ത്രീകൾ കയറണമെന്ന്.
നടപ്പാക്കാൻ ശ്രമം നടത്തിയപ്പോൾ ഉടനടി കാലുമാറി എല്ലാവരും. അപ്പോൾ എന്താ കാരണം? വോട്ട് ബാങ്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാപട്യം കാണിക്കുമ്പോൾ ഏത് ഗവൺമെൻറ്റും പ്രത്യേകിച്ച് വോട്ട് ബാങ്കിന് കേന്ദ്രീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ വരികയും എവിടെയാണ് ശക്തി കൂടുതൽ നോക്കിയിട്ടും എത്ര അനുകൂലിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇവരാണ് ശക്തി. മോഹൻലാലിന് ഒരുപാട് ഫാൻസ് ഉണ്ട്, മമ്മൂട്ടിക്ക് ഫാൻസ് ഉണ്ട്, ദിലീപിനുണ്ട്, പിന്നെ ഇതിനോട് ബന്ധം സിദ്ദിഖിനുണ്ട്. എല്ലാവർക്കും ഈ ഫാൻസൊന്നും എതിരായിട്ട് വോട്ട് ചെയ്താൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ ആ വോട്ട് പോകുന്നുള്ള ഭയമാണ് ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്ര വലിയ ക്രിമിനൽ കുറ്റം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനടി കമ്മീഷനും പരിപാടിയൊക്കെ വെക്കേണ്ടതാണ്. പക്ഷെ ചെയ്യാൻ സാധിക്കില്ല. കാരണം ജനം വിഡ്ഢികളാണ് അത് ഒരു തരത്തിൽ. അല്ലെങ്കിൽ ഇത്രയധികം ആളുകൾക്ക് കൂട്ടുണ്ടാവില്ല. ഒരു നടനാണ്, അയാൾ നടന രംഗത്ത് വളരെ ഗംഭീരമാണ്. അതിന് അയാളുടെ ജീവിത രീതിയിൽ ഗംഭീരമാണോ അല്ലെങ്കിൽ തെറ്റെന്ന് പറയാൻ നമുക്ക് പറ്റണം. ഇതെല്ലാ മേഖലയിൽ തന്നെ. ഇപ്പോൾ ഞാൻ ഈ പാർവതി തിരുവോത്തിനെ വളരെ ബഹുമാനിക്കണം ആ കുട്ടിയെ. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. ഇതുപോലെ രാഷ്ട്രീയ രംഗത്ത് സാധിക്കുന്നുണ്ടോ അസുഖത്തിൽ എന്ന് ആലോചിച്ചു. ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തും ഈ വക പരിപാടി പി ശശിൻ്റെ പി കെ ശശി എന്നിട്ട് എന്താ ഉണ്ടായി? പി ശശി ഇപ്പോൾ പൊളിറ്റിക്സ് സെക്രട്ടറിയാണ് അദ്ദേഹം ചെയ്ത്. അതുപോലെ തന്നെ പ്രകാശ് മാസ്റ്റർ മകളെ പ്രേമിച്ചു എന്ന് പറഞ്ഞ പേരിലാണ് ഒരാൾ. അതെല്ലാം മുൻനിന്ന് കഥകളാണ്. അതുപോലെ പാർട്ടിയുടെ ഉള്ളിലുണ്ടായ വ്യത്യസ്തമായ രീതിയിൽ ലൈംഗികമായി പീഡിപ്പിക്കുന്ന ആൾക്ക് നീതി ശരിക്കും ലഭിച്ചു. അപ്പോൾ എന്തുണ്ടാവും? അപ്പോൾ പാർട്ടിയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളുണ്ടാവും. കോൺഗ്രസ്സിൽ ഹൈബീഡനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊന്ന് എൽദോ പോലുള്ള ആൾ, അവർ ന്യായീകരിക്കാൻ കോൺഗ്രസ്സുകാരുണ്ടാവും. നമ്മുടെ സുധാകരൻ മാവുങ്കലുണ്ടല്ലോ, മോൻസി മാവുങ്കൽ ഒഴിച്ചിൽ നിർത്തിയ ആളുകളാണ്. പലവിധ ആരോപണങ്ങളും ഇങ്ങനെ പലരും വേണുവൽ ഇങ്ങനെ ഒട്ടേറെ ആളുകളുടെ. അപ്പോഴൊക്കെ ആ കോൺഗ്രസ്സുകാർ അവർ ന്യായീകരിക്കും, കമ്മ്യൂണിസ്റ്റുകാർ വരുന്ന കമ്മ്യൂണിസ്റ്റുകാർ അവർ ന്യായീകരിക്കും, ബി ജെ പിക്ക് ആളുകൾ ബി ജെ പിക്കാർ പ്രശാന്ത് ഭൂഷൻ്റെ ബ്രിജുഭൂഷൻ്റെ വിനേഷ് ഫോർട്ടിൻ്റെ ഒക്കെ ഗുസ്തി താരങ്ങൾ വന്നപ്പോൾ ആർ എസ്സുകാരും ബി ജെ പിക്കാർ അവർക്ക് വേണ്ടി വാദിക്കും. ഇങ്ങനെ എല്ലാവരും അവരവരുടെ ഭാഗത്തിന് വേണ്ടി വാദിക്കുകയും നീതി നിഷേധിക്കപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ പറയാം, ബിഷപ്പ് ഫ്രാങ്കോൻ്റെ പ്രശ്നം മെഴുതിരി കത്തിച്ചിട്ടുണ്ട് നമ്മുടെ പള്ളി ക്രിസ്ത്യാനികൾ വിശ്വാസികൾ ആദരിച്ച്. നമുക്ക് ലൂസി കളപ്പുരയ്ക്ക് ഇനി ഞാൻ പറയട്ടെ, ഈ പാർവതി തിരുവോത്തിനെ പോലെ അതുപോലെ തന്നെ ലൂസി കളപ്പ് ഇവരെല്ലാം ഒരു മുന്നണി ആവണമെന്ന് പറയും. ഈ സിവിൽ സമൂഹം ഉണരണം അവസരത്തെ. ഇപ്പോൾ ലൂസി കളപ്പുരയ്ക്കൽ വാസ്തവത്തിൽ ഒരു തെറ്റു ചെയ്തിട്ടില്ല. താൻ അറിയപ്പെടുന്ന തൻ്റെ മുന്നിൽ കരഞ്ഞു വന്ന സിസ്റ്റേഴ്സ് തങ്ങൾക്ക് അനുഭവിച്ച പീഡനങ്ങൾ ഒരുപക്ഷെ നേരത്തെ നിശബ്ദമായിരുന്നുണ്ടാവും, അറിഞ്ഞോ അറിയാതെയോ സാഹചര്യം കൊണ്ടോ പറഞ്ഞപ്പോൾ അത് ശരിയല്ലെന്നും ഇങ്ങനെ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞ് അതിന് പ്രതിഷേധിച്ച ലൂസികൾ ഇപ്പോൾ ഒറ്റപ്പെട്ടു. ഇപ്പോൾ ഈ പാർവതി തിരുവോത്തിനെ പോലെ അവർ ഒറ്റപ്പെട്ടു. ഇനി ജേക്കബ് തോമസിനെ പോലെ ശുദ്ധീകരണം വേണമെന്ന് വെച്ചാൽ അവസാനം അയാൾ കേസിലിടപെട്ടു. ഇങ്ങനെ എല്ലാ രംഗത്തും ശ്രീനാരായണ ട്രസ്റ്റ്, ശ്രീനാരായണ നമ്മുടെ വെള്ളപ്പള്ളി നടേശൻ ചെത്തരുത് കുടിക്കരുത് വിൽക്കരുതെന്ന് പറയുന്ന നാരായണഗുരുവിൻ്റെ നേതാവ് മദ്യവും ഇതൊക്കെ ബാറിൻ്റെ ആളുകളാണ്. അതിനെതിർത്ത് സംസാരിച്ചവർ ഒറ്റപ്പെടും. അവർക്ക് ആളുകൾ സ്വാധീനമില്ല, അവർക്ക് മാധ്യമ സുഹൃത്തില്ല. മാധ്യമത്തിൽ ഈ പത്രമാധ്യമ രംഗത്ത് ഇപ്പോൾ പല റിപ്പോർട്ടർ ഇപ്പോൾ നല്ല കൊയ്ത്താണ് വാസ്തവത്തിൽ. നല്ല അത് നമ്മുടെ സുരേഷ് ഗോപി വലതേ നല്ല തീറ്റയാണെന്ന് പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ നേരത്തെ കഴിഞ്ഞു അർജുനെല്ലാവരും പറഞ്ഞു. അപ്പോൾ അവിടെയായിരുന്നു എല്ലാവരും. എന്തൊക്കെ അവകാശം ചെയ്യുന്ന നാടകങ്ങളാണ്. ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യണം, പക്ഷേ അതിങ്ങനെ ഒരു ആഘോഷമാക്കരുത്. ഇതായിപ്പോൾ ഇറങ്ങി ഈശ്വർ മാൽപ്പേ ദൈവത്തിന് തുല്യം അതിനെ പ്രകീർത്തിച്ചങ്ങോട്ട് കൊല്ല. നിങ്ങളത് അവസാനം വരെ എവിടെ ഉണ്ടാവും, അവസാനം പോരേണ്ട വന്നു. ഇത് വേറൊരു വാർത്തയായി. വയനാട് ദുരന്തത്തിൽ ഇങ്ങനെ ഓരോന്നിലേക്ക് പോകുന്ന റേറ്റിംഗ് കിട്ടും. ഇപ്പോൾ 24 ആണ് മുന്നിലും, റിപ്പോർട്ടർ രണ്ടാമതും, ഏഷ്യാനെറ്റ് മൂന്നാമതായി. അപ്പോൾ ഭയങ്കര ഭയം, ഇനി എങ്ങനെ മറികടക്കാം. അപ്പോൾ അതിൻ്റെ തൊട്ട് സെറ്റ്. ഇപ്പം ഞങ്ങളാണ് സുനിത എന്താണ് ബംഗാളി നടിയുടെ പേര്, ഇവരുടെ പേര് നിൽക്കുമ്പോൾ ഓർമ്മയിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. മിത്ര എന്ന് ചോദിക്കാൽ ഓർമ്മയിലുണ്ട്. എന്തായാലും എൻ്റെ സമയം കളയുന്നില്ല. അപ്പോൾ ആ മിത്ര 24 ആദ്യം പറഞ്ഞത്. അപ്പോൾ 24 പറഞ്ഞപ്പോൾ 24 എന്ത് ചെയ്തു, രഞ്ജിത്തിൻ്റെ പേര് പറഞ്ഞില്ല. അതാ ഏഷ്യാനെറ്റിൽ. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഞാൻ പറയുന്ന ആളുടെ പേര് പറയാൻ തീരുമാനിച്ചപ്പോൾ ഏഷ്യാനെറ്റിൽ. അപ്പോൾ ഞങ്ങളാണ് പേര് കൊടുത്തത്. അപ്പോൾ അതൊരു മൈലേജ്. അത് ഒന്നോർക്കും നല്ലതാണ്. ഒരു തല്ലൂടുന്നകാരനെ കുറേ സത്യങ്ങൾ തിരിച്ചറിയും, നുണകളും വരും. ഇതിൻ്റെ ഇടയിൽ സാധാരണ പ്രേക്ഷകരോ അല്ലെങ്കിൽ കാണികളോ അല്ലെങ്കിൽ ശ്രോതാക്കളോ ആണ് വളരെ ബുദ്ധിമുട്ടുന്നത് സത്യം തിരിച്ചറിയാൻ. സത്യങ്ങളും അർദ്ധസത്യങ്ങളും നുണകളും അടങ്ങുന്ന ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സത്യത്തിൽ ഞാൻ പറയാൻ വന്നത് ഇതാണ്.
ഈ കേൾക്കുന്ന കാഴ്ചകളൊക്കെ വളരെ അപകടമാണ്. അമൃത എന്നുള്ള കുട്ടി പറയുന്നു, പിന്നെ സോണിയ എന്ന് പറഞ്ഞു, സോണിയ തിലകൻ സംസാരിക്കുന്നു, അവരുടെ അനുഭവങ്ങൾ പറയുന്നു, ഭാഗ്യലക്ഷ്മി സംസാരിക്കുന്നു. ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ടെന്നാണ്. മുട്ടുന്നവർ, ചീത്ത പറയുന്നവർ, അവർക്ക് അവസരം കൊടുക്കുമോ? ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും നടക്കാണ്. ഇവിടെ ജനാധിപത്യ ബോധത്തിൽ സിവിൽ സമൂഹം, പൗരസമൂഹം ഉണരണം. തെറ്റാണെന്ന് പറയാൻ പറ്റണം. ഇപ്പോൾ പാർട്ടിയിൽ ഒരാൾ എതിർത്ത് പറഞ്ഞാൽ സമ്മതിക്കുമോ? എതിർത്ത് പറഞ്ഞാൽ അവൻ അവസാനിപ്പിക്കില്ലേ? ഇപ്പോൾ ഈ നമ്മുടെ കരുവന്നൂർ ആ സൊസൈറ്റിയിൽ നടക്കാൻ തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവനെ കുറിച്ച് കേട്ടില്ല ചെയ്തത്. കുട്ടന്നൂര് അവിടെയുള്ള ജീവനക്കാരെല്ലാം പറഞ്ഞു ശരിയല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അത് അനുകൂലിച്ചോ? ഇല്ല. അപ്പോൾ അവരൊറ്റപ്പെടുത്തി. പിന്നെ പ്രസ്ഥാനത്തിൻ്റെ അപജയത്തെക്കുറിച്ച് സംസാരിച്ചവരെ പിന്നെ വേദിയിലെടുക്കുമോ? അടുത്തേക്ക് എത്തിക്കുമോ? ഇല്ല. രഹസ്യമായിട്ട് തന്നെയൊക്കെ പലപ്പോഴും നല്ല മഹാനാണ് അല്ലെങ്കിൽ ഭയങ്കര ധൈര്യശാലിയെന്ന് പറയുന്ന ആളുകൾ രഹസ്യമായിട്ട് അണിയങ്ങളോട് പറയും അവനടുപ്പിക്കരുതെന്ന് പറയും. അങ്ങനെ പലപ്പോഴും ഉണ്ടാവും. എന്നെ വിളിച്ച് പൊതുയോഗത്തിൽ തന്നെ എന്നെ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ സംസാരിക്കുക. ഇങ്ങനെ ഒട്ടേറെ അനുഭവം നമുക്കുണ്ടാവാറുണ്ട്. ഏത് രംഗത്തും ഇതിൻ്റെ ഉണ്ടാവും. ഇതിനോട് യോജിച്ച ആളുകളായിട്ട് മാത്രമേ നിലനിൽക്കാൻ നമുക്ക് കഴിയുള്ളൂ. മഴ പെയ്യാണ്. എന്തായാലും നമ്മളെ പൊതുസമൂഹം കൊണ്ടുവരണം. ഏത് കുട്ടിയാവട്ടെ, ഏത് മനുഷ്യനാവട്ടെ, ഏത് സന്യാസിക്കാവട്ടെ, തങ്ങളുടെ മതം, ജാതി, രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എതിരാണ്, നീതിരഹിതമാണ്, നീതിക്ക് അനീതിയാണെങ്കിൽ നാം ഒറ്റക്കെട്ടായി നിൽക്കണം. അതാണ് പഠിക്കും. ഇപ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെ സിനിമക്കാരെ കുറ്റം പറയും. ഇനി കുറച്ചുമ്പോൾ മാധ്യമ പ്രവർത്തകരെ സിനിമക്കാർ കുറ്റം പറയും. സിനിമക്കാരെയും മാധ്യമങ്ങളെ രാഷ്ട്രീയക്കാർ കുറ്റം പറയും. രാഷ്ട്രീയക്കാരെല്ലാവരും പള്ളി ദേവാലയത്തിനുള്ളിൽ വെച്ച് ബിഷപ്പും അച്ഛന്മാരും എതിർത്ത് തോൽപ്പിക്കും. അത് കഴിഞ്ഞ് ജനവിരുദ്ധമായ, യേശുവിന് വിരുദ്ധമായ, ഗുരുവായൂരപ്പന് വിരുദ്ധമായിട്ടുള്ള, അള്ളാഹുവിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ എതിർത്ത് തോൽപ്പിക്കില്ല. ഇപ്പോൾ ആ ഹരിത നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ കുട്ടികൾ, പെൺകുട്ടികൾ കുട്ടികളാണ്. അവരെന്തുണ്ടായി? ഇപ്പോൾ അവരെ കുറച്ച് പേരെ നേതൃസ്ഥാനത്ത് കൊണ്ടു. ആ കേസും പോയി. ആനങ്കുലി എവിടെ പോയി? അല്ലെങ്കിൽ അവിടെ മുസ്ലിംകാർ, പണ്ഡിതന്മാർ വിട്ടിത്തരം പറയുമ്പോൾ എതിർത്ത് പറയാൻ ആളുകൾ. അപ്പോൾ ആ മുസ്ലിം സമാജത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇവിടെ RSS മടുത്തം ചെയ്യുമ്പോൾ BJP ചെയ്യുമ്പോൾ അവർ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇങ്ങനെ ഈ പ്രൊട്ടക്ഷനാണ് നമുക്ക് അപകടമാണ്. സത്യമുള്ളവർക്ക് അപകടമാണ്. വർഷത്തിൽ അവർ നിശബ്ദരായി പോവും, അവരില്ലാതായി പോവും. അപ്പോൾ അതിന് ധൈര്യമുള്ളവർ മതി. ഈ പാർവതി ഇരുപത്തിനെ പോലെ, ലൂസി കളത്തിനെ പോലെ, അതുപോലെ മറ്റുള്ള മേഖലകളിലെല്ലാം ബാക്കിൽ നിൽക്കുന്ന ആളുകൾ മാത്രം ഒറ്റപ്പെട്ട് നിൽക്കുന്നുള്ളതാണ്. ഏത് രംഗത്തായാലും എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രവർത്തിച്ച് കാണുന്ന കാര്യം ഇതാണ്. ഏതിൻ്റെയും അനുകൂലമായി നിൽക്കുക എന്നുള്ളതാണ്. സ്കൂളിൽ തന്നെ നമുക്ക് ചില അധ്യാപകർ നമ്മൾ കുട്ടികളുടെ ഭാഗത്തുനിന്ന് പിന്നെ ഏൽപ്പിക്കേണ്ട ചെറിയ കുട്ടികളുടെ ഭക്ഷണത്തിനായിട്ട് അധികം അടുപ്പിക്കരുത് എന്ന് പറയുന്ന ആളുകളുണ്ട്. ചില പ്രധാന അധ്യാപകർ അധികം അടുപ്പിക്കുക. ചില രാഷ്ട്രീയ നേതാക്കൾ അവിടെ കൂടി ഇവയാളെ പതുക്കെ ഒഴിവാക്കണം എന്ന് പറയും. നമ്മൾ നല്ല കാര്യവും പറഞ്ഞിട്ട് വല്ല സ്കൂൾ നന്നാവണമെന്ന് പറയുമ്പോൾ നന്നാവുമെന്ന് പറയുമ്പോൾ അത് വിഷമായി മാറുന്ന എത്രയോ പേരുണ്ട്. അവരെല്ലാവരും വിസയിച്ച് വേറെ രീതിയിൽ കഴിയും. നമ്മൾ എങ്ങനെ അടുപ്പിക്കുക? ചിലപ്പോൾ ഫിനാൻസുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അടുപ്പിക്കാണ്ടിരിക്കുക, കുട്ടികളായിട്ട് അധികം ബന്ധസ്ഥാപിക്കുക. ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഈ അടുത്താണ് ഞാൻ ടൗണിലെത്തിയപ്പോൾ രാജേന്ദ്ര പുസ്തക പ്രകാശനം എന്നപ്പോൾ നമ്മുടെ മോഡൽ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി നേതൃസ്ഥാനിയായി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃസ്ഥാനത്തുള്ള ആളുകളുണ്ട്. അദ്ദേഹം പറയും, ഞാൻ നന്നായി നടത്തുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് അവിടെ. നമുക്ക് ഗംഭീരമായിട്ട് ഒരുപാട് പരിപാടികൾ നടത്താൻ പോകും. അവരുടെ മക്കളവിടെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നന്നായി പരിപാടി. അപ്പോൾ ഞാൻ പറയാം, അതൊന്നും പറയേണ്ട ചെറിയാന്ന്. പക്ഷേ ഞങ്ങളൊക്കെ ഓരോ അധ്യാപകരും പ്രധാന അധ്യാപകരും അടുത്ത അധ്യാപകർ ഇവരധികം അടുപ്പിക്കരുത് പറയും. ഞങ്ങൾ എന്നാലും ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇതാണ് പണവും സംഭാവന കിട്ടണം, അതാണ് അധികം. ആ സംഭാവന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ഈ അധ്യാപന സ്കൂൾ രംഗത്തേക്ക് വരരുതെന്നാണ് ആഗ്രഹം. സ്കൂൾ എന്നുള്ളത്, വിദ്യാലയം എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ കേന്ദ്രമാണെന്നും ചൈതന്യത്തായിരുന്നു എല്ലാവരും ബാധിക്കുന്നതാണെന്നും എല്ലാവരും ഉൾക്കൊള്ളേണ്ടതാണെന്നും അങ്ങനെ വലിയ രീതിയിലുള്ള വിശാലമായ മനസ്സുള്ള അധ്യാപകർ വളരെ വളരെ കുറവാണ്. അവരെല്ലാവരും ചേർത്ത് പിടിക്കാൻ നോക്കും. മറ്റവർ എന്ത് വിചാരിക്കും? ചെക്ക് ഒപ്പിടുകയും മിണ്ടാതിരിക്കുന്നവരെയും ആനുകൂല്യങ്ങൾ മാത്രം PT പ്രസിഡൻറ്റും അങ്ങനെ ആക്കി മാറുന്നതായിരിക്കുന്ന ആൾ എല്ലാ രംഗത്തുണ്ടെന്ന് ഞാൻ സാന്ദ്രം. പക്ഷേ ഇതൊരു നല്ലൊരു ചാൻസാണ്. നമുക്ക് എതിർത്ത് തോൽപ്പിക്കാൻ ഒരു പൊതുസമൂഹം ഉണ്ടാവണം. പാർവതി തിരുവോത്തിനെയും ലൂസി കളപ്പുരയ്ക്കലെയും അതുപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രീയ മേഖലകളിലൊക്കെ ഏത് രംഗത്തും
പ്രതിരോധം സൃഷ്ടിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു സിവിൽ സമൂഹം ഉണർന്നു വരണം. അപ്പോൾ മാത്രമേ ഈ പ്രശ്നത്തെ പരിഹരിക്കും. എന്തായാലും നമ്മുടെ കുട്ടികളിൽ തന്നെ നമുക്ക് ആരംഭിക്കേണ്ടത്. ഓരോരുത്തരുടെ കഥകൾ കേൾക്കുമ്പോൾ ജയം പിടിച്ചു, അത് പിടിച്ചു, ശരിയോ തെറ്റോ ഒന്നും നമുക്കറിയാൻ സാധിക്കില്ല. ഓരോരുത്തരും വിഗ്രഹങ്ങൾ സിദ്ധിക്കിപ്പോൾ എത്ര സുന്ദരമായിട്ടുള്ള അഭിനയിച്ച് അയ്യോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്രിമിനൽ കുറ്റിയാളുകളാണ്. അപ്പോഴാണ് പിറ്റേ ദിവസം ഈ സംഭവം ഉണ്ടാകുന്നത്. മോഹൻലാൽ നിശബ്ദം ഇതുവരെ മിണ്ടിയിട്ടില്ല. എന്താ മിണ്ടാതിരിക്കണേ? അയാൾ പ്രസിഡൻ്റല്ലേ, മോഹൻലാൽ പറയേണ്ടതല്ലേ ഞാൻ രാജിവെക്കാമെന്ന് പറയണമെന്നല്ലെങ്കിൽ ഞാനാണ് ദാനം ഉത്തരവാദിച്ച് മോഹൻലാൽ രാജിവെക്കണം ശരിക്കും പറഞ്ഞല്ലോ. മോഹൻലാലിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമുക്കറിയില്ല. വാസ്തവത്തിൽ ആനക്കൊമ്പിൻ്റെ കാര്യം നമുക്കറിയാം. സുരേഷ് ഗോപി ടാക്സ് വെട്ടിച്ച ആളാണ് നമ്മുടെ മന്ത്രിയായിരിക്കുന്നത്, കേന്ദ്രമന്ത്രിയായിരിക്കുന്നത്. ടാക്സ് വെട്ടിച്ച അപ്പോൾ നമ്മളെല്ലാവരും ഓരോരുത്തരും ടാക്സ് വെട്ടിക്കുന്നുണ്ട് പലതരത്തിൽ പറഞ്ഞാലും. നമ്മൾ ഈ വാക്കും പ്രവൃത്തിയായിട്ട് യാതൊരു ബന്ധം വളരെ കുറവുള്ള ആളുകളാണ് നമ്മളെല്ലാവരും, വളരെ കുറവാണ്. അപ്പോൾ കൂടുതൽ അതിന് പെർസെൻറ്റേജ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഞാനും വാക്കും പ്രവൃത്തിയൊക്കെ തെറ്റിക്കുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം. പക്ഷേ പൊതുവായിട്ടുള്ള സമൂഹത്തിൻ്റെ ഈ വ്യത്യാസം വന്നാൽ നമ്മൾ സമൂഹം നശിക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി, ഇപ്പോൾ അമൃതാൾ പെൺകുട്ടി വിളിച്ചുകൊണ്ട് പോകുന്നു, അവസാനം അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാണെന്ന് നേരിട്ടാണ് ചോദിക്കണത്. എന്തായാലും ഓരോ മനുഷ്യർക്ക് വികാരമൊക്കെ ഉണ്ടാവും. അതനുസരിച്ച് ഈ ഡേറ്റ് വന്നാൽ അഡ്ജസ്റ്റ് ചെയ്താൽ ഞങ്ങൾക്ക് തരാം. വേറെ ആളെ വിളിച്ചു കൊണ്ടുപോയി ഏതാണ് പ്രകാശോ അദ്ദേഹത്തിൻ്റെ റൂമിൽ പണി കഥ ചോദിക്കാൻ പോയതാണ്, കഥ കാണിച്ചു കൊടുക്കാൻ പോയതാണ്. ആ കഥ കേൾക്കുമ്പോൾ കഥയല്ലേ കേൾക്കുന്നത്, അഭിനയിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ചിലപ്പോൾ നുണയും പറയും, ചിലപ്പോൾ ഇവർക്ക് പ്രശസ്തി കിട്ടാനും പണം കിട്ടാനും പറയും. ഇതൊന്നും നമുക്ക് പോരുന്നു. പക്ഷേ ഇതൊക്കെ നടക്കുന്നുണ്ട്, എല്ലാ രംഗത്തും നടക്കുന്ന ഒരു വിഷയമാണ്. പെൺകുട്ടികൾ ധീരമായിരിക്കണം. അപ്പോൾ ഞാൻ ഏതൊരു കുട്ടി പറഞ്ഞത് എനിക്ക് ഓർമ്മ വരാണ്. ആ ഒരു ഡോക്ടർ എടുത്തു പോയതാണ്. ഡോക്ടർ പരിശോധന എന്ന നിലയിൽ അത് ആ കുട്ടിയുടെ എല്ലാ ഭാഗത്തും കിട്ടി പരിശോധിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പിതാവൊക്കെ അടുത്തിരിക്കുന്നുണ്ട്. അന്നിപ്പോൾ അയാൾ ധൈര്യം കുട്ടിക്ക് ഉണ്ടായില്ല. പിതാവ് അറിയണമില്ല വാസ്തവത്തിൽ. ഇത് അയാളെ കണ്ടാലോ അയാളെ സംസാരിച്ചാലോ അയാളെ കേട്ടാലോ വളരെ മാന്യമായിട്ടുള്ള മനുഷ്യനാണ്. ഇങ്ങനെയല്ല. പിന്നെ ഇനി നമുക്ക് ഓരോരുത്തരും തെറ്റുപറ്റി തിരുത്താൻ നമ്മൾ തയ്യാറാവണം. നമുക്ക് ഈ മേഖലയിൽ സൂക്ഷിക്കേണ്ടതാണെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വാസ്തവത്തിൽ. തീർച്ചയായിട്ടും ഉണ്ടാവണം. ലൈംഗിക വികാരം ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ലൈംഗിക വികാരം ഉണ്ടെങ്കിൽ അത് എൻ്റെ അധികാരമാണ്, എൻ്റെ അവകാശമാണെന്ന് നമ്മളെല്ലാവരും വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നല്ല അതിനർത്ഥം. ഇതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇതിലൊക്കെ അച്ചടക്കം വേണം എന്ന് തന്നെ പറയുന്നത്. നമ്മൾ മൃഗത്തിൻ്റെ മറ്റുള്ള ചില സ്വഭാവങ്ങളിൽ നിന്ന് നമ്മൾ വന്നിട്ടുണ്ട്. അത് നല്ലതും കൂടിയാണ്. ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ ആ നല്ലതായിട്ടുള്ള കാര്യം നിലനിൽക്കണമെങ്കിൽ അച്ചടക്കം അത്യാവശ്യമാണ്. ഇത്രയും പേരും നമുക്ക് സ്ത്രീകൾ എവിടെ വരെ പോവും? ഒരു 5 പേര് വേണ്ട, 10 പേര് വേണ്ട, എത്ര പേരാക്കാം. ഇപ്പോൾ ഈ അടുത്താണ് ഏതൊരു സിനിമ നടി 4 വിവാഹം മോചനം നടത്തി, അപ്പുറത്തോളം 2 വിവാഹം നടത്തി. അദ്ദേഹം പ്രഗത്ഭരാണ്. അദ്ദേഹം ഒരു പോപ്പ് ഗായികന്, മറ്റാൾ സിനിമാ നടനോ നിർമ്മാതാവും ഡയറക്ടറൊക്കെയാണെന്ന് തോന്നുന്നു. 2 വിവാഹം മോചനം നടത്തി, തൃപ്തി വരുന്നില്ല, സമാധാനം കിട്ടണില്ല. 4 പേരെ വിവാഹം കഴിച്ചിട്ട് സമാധാനമില്ല. അവസാനം എത്ര വിവാഹം കഴിച്ചാലും എനിക്ക് കണ്ടക്കരുടെ യാതിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ലൈംഗികത കൊണ്ട് മാത്രം സമാധാനം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ നമുക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റ് വേണം. അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് അച്ചടക്കം നമുക്ക് വേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയോട് നമുക്ക് ഉത്തരവാദിത്തം അങ്ങോട്ടും കാണിക്കാൻ സാധിക്കില്ല. അത് രോഗത്തിനായാലും മനസ്സമാധാനത്തിനൊക്കെ നഷ്ടപ്പെടും. ലൈംഗികതയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ജനാധിപത്യ മൂല്യങ്ങൾ നിലനിർത്തുന്ന അവസ്ഥയിലേക്ക് പോകണം എന്ന് തന്നെയാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് ഹേമ കമ്മിറ്റി നല്ലതാണ്. തീർച്ചയായിട്ടും അതിന് വേണ്ടി ശ്രമം നടത്തണം. ഈ ഏത് എല്ലാ ആളുകളും ഏത് തൊഴിലിടങ്ങളും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ നമ്മൾ കുട്ടികളെ എൻ്റെ പെൺകുട്ടിയും പോകുന്നതാണ്. എനിക്ക് പേടിയാണ് വാസ്തവത്തിൽ. ഒരു പ്രാവശ്യം ഞായറാഴ്ച ഞാൻ സംഭവിച്ചിട്ട് ഭയം കൊണ്ടാണ് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഭയപ്പെടുന്നു. കുട്ടികളെ ഏത് തരത്തിലുള്ള ട്രാപ്പിൽ വെച്ച് ഇതുപോലെ ട്രാപ്പുകൾ ഓരോരുത്തരും ഉണ്ടാക്കും. ആളില്ലാത്ത സ്ഥലത്ത് വരുത്തും, കേസ് ഉണ്ടെന്ന് പറയും, മറ്റു പറയും, അങ്ങനെ പലതരത്തിൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ്. അവസാനം ഇത് മിണ്ടാൻ പറ്റില്ല, മിണ്ടിയാൽ കഴിഞ്ഞാൽ അവർ പുറത്താക്കുക, അല്ലെങ്കിൽ അവരെ വേണ്ടില്ലേ 17 ടേക്ക് ഇടിപ്പിക്കുന്ന പറഞ്ഞായിരുന്നു നടന്മാർ. ആലിംഗനം എന്നുള്ള സെറ്റിൽ 17 ടേക്ക് ഇടിപ്പിച്ചു എന്ന് പറഞ്ഞു കെട്ടിപ്പിടിക്കുന്ന രംഗം. അത് ഇവരുടെയൊക്കെ ശുപാർശ കൊണ്ടാണ്. ഇങ്ങനെ പലവിധ അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം കണ്ടുണ്ടോ? എതിർത്ത ആളുകളെ അടിപ്പിക്കാതെ വിമർശനം കൊണ്ടോ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെങ്കിലും അവരെ അനുകൂലികളെ കൊണ്ട് ഇവർ വിമർശിപ്പിക്കും. ഇങ്ങനെ പലവിധ ട്രിക്കുകളും നടക്കുന്നുണ്ട്. ഇപ്പോൾ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം എന്ത് കിട്ടിയാലും അടിക്കാൻ വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ ഹൈബീഡിൻ്റെ കാര്യമോ മറ്റോ വന്ന് എൽദോസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ന്യായീകരണം വേറെയായി, അല്ലെങ്കിൽ സുധാകരൻ്റെ പറഞ്ഞപ്പോൾ വേറെ ന്യായീകരണമായി. അങ്ങനെയല്ല വേണ്ടത്. പി ശശിയുടെ കാര്യം പറഞ്ഞ പാർട്ടിക്ക് ഇതെല്ലാ രംഗത്തുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പാർട്ടിക്കാർ വിശ്വസിച്ചോളൂ, മതത്തിൽ വിശ്വസിച്ചോളൂ, ജാതിയിൽ വിശ്വസിച്ചോളൂ, സംഘടനയിൽ വിശ്വസിച്ചോളൂ, എന്തിൽ വിശ്വസിച്ചോളൂ. പക്ഷേ അതിന് വിരുദ്ധമായി, മൂല്യത്തിന് വിരുദ്ധമായി വരുന്നുണ്ടെങ്കിൽ നമ്മൾ എതിർക്കണം. അങ്ങനെ എന്തായാലും ഒരു കാര്യം സംബന്ധിച്ചിട്ടുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായി ജനാധിപത്യ ഒരു മൂല്യ സംഹിത അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയ സജീവമാണ് കേരളത്തിൽ. അതിൻ്റെ ലക്ഷണമാണ് ഇതൊക്കെ.
ഈ ചർച്ചകളും ഒക്കെ നമുക്ക് ഗുണകരമായിട്ടുള്ളൊരു സംഗതിയാണ്. അത് നമ്മുടെ ഗുണമാണ്. നമ്മൾക്ക് കേരളം ഒരുപാട് കാര്യങ്ങളിൽ മുൻപന്തിയിലാണ്. ആ മുൻപന്തിയിൽ തീർച്ചയായിട്ടും ഇതും കൂടിയുണ്ട്. നമ്മുടെ അഴിമതി ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ എക്സോളജിക്ക് പ്രശ്നം വന്നപ്പോൾ നമ്മൾ പാർട്ടിക്കാർ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും അന്വേഷണം കമ്മീഷൻ വെക്കണം. ഒരു പെൺകുട്ടിക്ക്, മുഖ്യമന്ത്രി പെൺകുട്ടിക്ക് ഇങ്ങനെ കാജുകാര്യത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുക, അത് ശരിയാണോ? അത് ചോദിക്കാൻ നട്ടല് വേണം. അപ്പം നട്ടലില്ലാത്ത ആൾ ഇപ്പോൾ വർത്തമാനം പറഞ്ഞു പോകരുത്. എല്ലാ രംഗത്തും ഞാൻ പറഞ്ഞപ്പോൾ പിണറായി വിജയനെയൊക്കെ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിക്കില്ല. എന്ത് ചെയ്യാൻ സാധിക്കും? നിവൃത്തിയില്ല. ഈ കള്ളത്തരത്തിൻ്റെയൊക്കെ ഒരു ഉസ്താദുമാരാണ് CPM-ൻ്റെ പലരും എന്നാണ് വിശ്വാസക്കാരനാണ് ഞാൻ ഇതിനോടൊക്കെ സ്നേഹപൂർവ്വം അനുഭവമുള്ള ആളാണ്. പക്ഷേ തീർച്ചയായിട്ടും ഇവരൊക്കെ ഇങ്ങനെ മലിമസമായ ഒരു അന്തരീക്ഷമുണ്ട്. അന്ന് ആ ദിവസത്തിൽ തന്നെ ന്യൂനപക്ഷമായ പാർവതി തിരുവോത്തിനെ പോലെ, UC കളപ്പുരയ്ക്കലിനെ പോലെ, ചെറിയ VS-നെ പോലെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ VS ചിലപ്പോൾ അത് അറിഞ്ഞുകൊണ്ടാണെന്നറിയില്ല, തലത് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. എന്നാൽ പോലും ആ കാലത്ത് ആഗ്രഹം സാറാ ജോസഫിനെ പോലുള്ള, അല്ലെങ്കിൽ നമ്മുടെ സുകുമാരി ടീച്ചറെ പോലുള്ള സുകുമാർ അഴിക്കോട് ചില സമയങ്ങളിലും ഒരു ഇങ്ങനെ ഒരു സക്രിയെ പോലെയുള്ള നമ്മുടെ നീലകണ്ഠനെ പോലെ ഒരുപാട് ആളുകൾ നമ്മുടെ ഒറ്റപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അവർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയണം. മൈത്രായ പോലുള്ള ആളുകളും വേണം. വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ സമൂഹത്തിൽ ഒരേ അഭിപ്രായം വേണമെന്നില്ല. പക്ഷേ ജനാധിപത്യം നശിപ്പിക്കാതിരിക്കാൻ, മാനവികത നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ് വാസ്തവത്തിൽ. ആ തരത്തിൽ ഇതിന് വലിയ രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഇപ്പോൾ അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ അന്വേഷണ കമ്മീഷനിൽ ആളുണ്ടോ എന്നുള്ള അത് തീർച്ചയായിട്ടും നമ്മൾ വിജിലൻ്റായിട്ടിരിക്കണം. ഇപ്പോൾ ശ്രീലേഖ പറയുന്ന പോലെ പോലീസുകാരുടെ പോലീസ് സേനയിൽ ധാരണ പച്ചത്തെറി പറയാനുള്ള അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന പോലീസുകാർ കൂടുതലുണ്ട്. സ്ത്രീകൾ കഴിവില്ലാത്ത അങ്ങനെ എല്ലാ രംഗത്തും അതുണ്ട്. ഈ ബിഷപ്പ് റോങ്കൻ്റെയൊക്കെ കേട്ട് നമ്മൾ കുട്ടിയൂർ പിതാവ് ഒന്നും ഞാൻ പറയുന്നില്ല, നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ക്രിസ്ത്യാനികളായിട്ടുള്ള എൻ്റെ സ്നേഹിതന്മാർ എന്നെ അനുകൂലിക്കുമോ? അവർ ലൈക്ക് ചെയ്യില്ല. പിന്നെ കണ്ടില്ലേ ഇപ്പം എൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ തൊടാൻ തയ്യില്ല. അവർക്കറിയാൻ ശരിയായിരുന്നു പിണറായിനെ കുറ്റം പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. ഇനി കോൺഗ്രസ്സുകാരുണ്ട്, വേറെ കോൺഗ്രസ്സുകാരെന്തെന്നറിയോ? പിണറായി കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മളെ സ്നേഹിക്കും. പക്ഷേ കരുണാകരനെയോ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള ആളുകളുടെയോ രാഷ്ട്രീയ സ്വാധീനോ കുറ്റം പറഞ്ഞാൽ നമ്മൾ അടിപ്പിക്കില്ല. അതിന് അനുഭവിച്ച ആൾ അങ്ങനെയുണ്ട് ആളുകൾ. അപ്പോൾ നമ്മൾ അവരുടെ അനുകൂലത്തിൽ പറയണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ആരും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പറയാനുള്ളത് പറയാം. അതുകൊണ്ട് കുറേ ദോഷങ്ങളും ഗുണങ്ങളൊക്കെ ഉണ്ട് ഒറ്റയ്ക്ക്. അതുകൊണ്ടാണ് ഇപ്പോൾ ആരും ഒരാൾ പറഞ്ഞതെന്ന് അറിയൂ, ലൈക്കൊന്നും ആരും ശ്രദ്ധിക്കുന്നത് ആരുമില്ല, ലൈക്കൊന്നും കുറവാണ്. അപ്പോൾ അത് ഞാൻ പറയണ പിന്നെ എന്നോട് ഫോണൊന്നും എടുക്കുന്നില്ല. അയാളുള്ള കാര്യത്തിന് ഒരു കലാകാരനാണ്. അവൻ്റെ എല്ലാ നിരാശയിലും പ്രയാസം ഞാൻ പങ്കെടുത്ത ഒരാളാണ്. എന്നിട്ട് പറയാണ് ഇങ്ങനെ. പിന്നെ കുറച്ച് വേറെ അഴകനെ കാണുമ്പോൾ അപ്പാന്ന് വിളിക്കുന്ന പരിപാടിയിലുള്ള ആളുകളാണ്. അവർ വേറെ മേഖല കണ്ടു, വേറെ ആളെ കട്ടി, അപ്പോൾ അയാളുടെ കൂടെ പോയി. ഇനി അതിനേക്കാൾ വീക്ഷിക്കും, അതിനേക്കാൾ വേല കിട്ടി. ഇങ്ങനെയാണ് നമ്മുടെ സമൂഹം. എനിക്ക് അറപ്പ് തോന്നുന്നു വാസ്തവത്തിൽ ഓരോ സംഗതി. ഞാൻ ഈ അടുത്തൊന്നും പറയുന്നില്ല. ഈ പുസ്തകപ്രകാശനം ഒക്കെ ഞാൻ പലപ്പോഴും ആലോചിച്ച് പോയി. ഫാദർ CT ജോസിനെ എന്നോട് സംസാരിക്കുന്നു, ഞാൻ നാടകമാക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ CT ജോസ് എന്നോട് പറയാണ്, ഇനി ആരോടൊന്നും സംസാരിക്കരുത്, എനിക്ക് വേണ്ടി പുസ്തകം ഇറക്കാൻ, എൻ്റെ അനുസ്മരണത്തിന് വേണ്ടി പുസ്തകം ഇറക്കാൻ ശ്രമിക്കരുത് എന്ന് പറയും. അപ്പോൾ എല്ലാവരും നിരീക്ഷണപ്പെടുത്തുകളാണ്. പക്ഷേ പാർട്ടിയുടെ ഉള്ളിലത്തെ നിരീക്ഷണം പറയാൻ ഒരെണ്ണത്തിനും ധൈര്യമില്ല, നട്ടലുമില്ല. എന്നിട്ടെന്ന് വെച്ചാലോ ലോക സർവ്വരാജ്യ തൊഴിലാളികളെയും അല്ലെങ്കിൽ വിശാലമായ പൗരസ്വാതന്ത്ര്യത്തെയും മനുഷ്യാവകാശത്തെക്കുറിച്ചും മനുഷ്യൻ്റെ ആന്തരിക സംഘർഷങ്ങളെക്കുറിച്ചിട്ടൊക്കെ പരാന്ന് പറയും പുസ്തക ഉദ്ഘാടകനായിട്ട്. എങ്ങനെ ഇവർക്കൊക്കെ സാധിക്കണമെന്ന് എനിക്ക് മനസ്സിലാവും. എനിക്ക് പഴയ SFIക്കാർ ഇതിനിടയിൽ പറഞ്ഞു പോകണം. SFIക്കാർ തന്നെയാണോ? ഞാൻ കണ്ട SFIക്കാരും ഞാൻ കണ്ട സ്വപ്നം കണ്ട ആളുകളല്ല. പക്ഷേ എനിക്ക് എതിർക്കാൻ വിഷമമുണ്ട്. അത്രയും സ്നേഹം അവരായിട്ടുണ്ട് മാനസികമായിട്ട്. ഞാൻ എനിക്ക് കിടക്കുന്നില്ല. എന്തായാലും പൊതുസമൂഹത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് സംസാരിച്ചില്ല കേട്ടോ. ഏറ്റവും നിസ്സാരക്കാരായ പണം ഉണ്ടായാൽ മതി, പ്രശസ്തി വന്നാൽ മതി, അധികാരം ഉണ്ടായാൽ മതി, ഒക്കെ തന്നെത്താൻ വരും. അവർ ഏറ്റവും പീറ മനുഷ്യനും മഹാമാരായിട്ട് മാറും. മറ്റേ ഇത് മെഴുകു തിരി പോലെ ഉരുകുരി പോകുന്ന പോലൊക്കെ നിശബ്ദരായി അവസാനം മരിച്ചു കഴിയുമ്പോൾ ഭയങ്കര മനുഷ്യനാണ്, ആനയെ കുതിരെന്ന് പറയും. ആവശ്യം നേരത്തെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ഇതാണ് ഇതിൻ്റെ ആ സമൂഹത്തിനെ പ്രതിരോധിക്കാൻ നാം തയ്യാറാവണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ കയ്യിൽ കാണുന്നുണ്ടെന്ന് മനസ്സിലായി. നല്ല കാര്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും എനിക്ക് നമ്മുടെ അർജുൻ മനസ്സിൽ നിന്ന് പോയിട്ടില്ലേ, മാധ്യമപ്രവർത്തകരൊക്കെ പുറത്ത് പോയി സമയമായി എത്രയും നോക്കിയില്ല, ഞാനൊക്കെ അവസാനിപ്പിക്കും. മാധ്യമപ്രവർത്തകരൊക്കെ പോയെങ്കിലും എൻ്റെ മനസ്സിൽ നിന്ന് അർജുൻ പോയിട്ടില്ല. അപ്പോൾ അയ്യൻ്റെ ഒരു ഇടത്ത ഭാഗത്ത് ചെരിഞ്ഞിരിക്കുന്ന ആ കവളിൻ്റെ ഭാഗത്ത് ഒളിച്ചിരിക്കുന്ന സ്നേഹവും വീട്ടുകാരുടെ സ്നേഹവും പ്രതീക്ഷ ഒക്കെ എനിക്ക് ഇത്ര കാലമായിട്ടും
ഇപ്പോൾ ഇത് കോടതിയിലാണ്, സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. എന്നിട്ട് സെപ്റ്റംബർ മാസത്തിൽ പറയാമെന്ന് വിധി പറയാമെന്ന് എത്രയോ മാസം, ഒരു മാസം കഴിഞ്ഞു. ഈ അർജുൻ മാത്രമല്ല, ജഗന്നാഥുണ്ട്, അവരുടെ നാട്ടിലുള്ള ലോകേഷ് എന്ന് പറഞ്ഞ ആളുണ്ട്, അവരുടെ മക്കൾ പറയുന്നുണ്ട് അവർ അടിയിൽ കിടക്കുകയാണ്, അത്ര വലിയ വണ്ടി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഡ്രഡ്ജിൽ കൊണ്ടുവരണം. അവിടുത്തെ MLA അങ്ങോട്ട് അഭിനയിച്ച് അങ്ങോട്ട് വന്നു, ഡ്രഡ്ജിലോ 25 ലക്ഷം മുടക്കാനില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ മനാഫൂറിന് ഞാൻ ചിലവാക്കാം അതിൻ്റെ ഉള്ളിൽ. അതല്ലേ ആദ്യം ഒഴുക്കൊക്കെ കുറഞ്ഞു. അതും കേരളം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. എന്ത് തന്നെ കുറ്റം പറഞ്ഞാലും കേരളത്തിലെ ഈ കാര്യത്തിലൊക്കെ എല്ലാവരും ഒറ്റക്കെട്ടാണ് വാസ്തവത്തിൽ. പിന്നീട് ഇപ്പോൾ തല്ലുവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ദുരിതാശ്വാസം ശരിയായില്ല, കണക്ക് കൊടുത്തില്ല എന്ന്. ഇവിടുന്ന് പ്രധാനമന്ത്രി വന്ന് ഈ കണ്ടു, എല്ലാ ലഹളയും കണ്ടു. എന്നിട്ട് ഒരു ആശ്വാസം കൊടുക്കാതിലൂടെ ഇത്ര കോടി രൂപ ആദ്യമായിട്ട് കൊടുക്കട്ടെ, 140 കോടി കൊടുത്തു. അതുകൊണ്ട് അനങ്ങാൻ പറ്റില്ല. അത് ദുരുപയോഗം ചെയ്യണമെങ്കിൽ എതിർത്ത് തോൽപ്പിക്കണം. ഈ ദുരിതാശ്വാസ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നത് അടിച്ച് പഞ്ചറാക്കണം എന്നാണ് ഞാൻ പറയുക വാസ്തവത്തിൽ. ഇങ്ങനെ ഇതുകൊണ്ടാണ് ഈ തെറ്റായ കാരണങ്ങളുണ്ടാണ് പലർക്കും കൊടുക്കണം. എന്തായാലും ഈ കേന്ദ്രം ചെയ്യേണ്ടതിൽ എത്രയോ സംസ്ഥാനങ്ങൾ കൊടുത്തു. ഇതിന് പറയാൻ ആരുമില്ല. കേരളം ആര് ഭരിക്കുന്നതാവട്ടെ, ഇടതുപക്ഷം ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, ആരോട്ടെ വിജയട്ടെ, ഇത് നമ്മുടെ രാജ്യമല്ലേ, ഇന്ത്യ രാജ്യത്തിലെ അവിടെ ആളല്ലേ. എത്രയധികം 4-5 കിലോമീറ്റർ നിന്ന് പോകുക, അതിൽ 2 മേപ്പാട്, മുണ്ടക്കയം, ചുരൽമല ഇതൊക്കെ പോയി കഴിഞ്ഞില്ലേ, എത്ര ആളുകൾ മരിച്ചു, എത്രയോ പ്രയാസങ്ങളുണ്ട്. ഓരോ കുട്ടികൾ കണ്ടില്ല, ഐ ലവ് യു അപ്പ, ഓപ്പ, ഉപ്പജി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ആ കുറിപ്പ് അയാൾ എടുത്ത് വായിക്കുമ്പോൾ അവനുമില്ല, ആരുമില്ല. അതുപോലെ ഓരോരുത്തരും രണ്ടാമത്തെ മോൻ അപ്പാപ്പൻ്റെ കൂടെ കിടക്കാൻ പോയതാണ്. അവർ മൂത്ത ആൾ അമ്മയും കൂട്ടിയിട്ട് രക്ഷപ്പെട്ടു, മോനെ കാണാൻ കിട്ടിയില്ല. അങ്ങനെ എത്രയോ നെഞ്ചു പൊട്ടുന്ന കാര്യങ്ങളാണ്. ഒരു കുരങ്ങൻ കുഞ്ഞിന് പാല് കൊടുക്കുന്ന രംഗവും നമ്മൾ കാണുന്നു, പട്ടിയുടെ കാര്യം നമ്മൾ കേൾക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് കാര്യങ്ങൾ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും മനുഷ്യർ കേരളയിൽ അത്ര മോശക്കാരല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെല്ലാം അതിജീവിക്കാൻ കഴിവുണ്ടാകുന്നു. നോക്കൂ, മൊബൈൽ കട തുടങ്ങിയിരിക്കുകയാണ് ഒരു കൂട്ടം. അവർ അവിടുത്തെ നാട്ടുകാരല്ല, വേറെ നാട്ടിലത്തെ എല്ലാവരും മൊബൈലിൻ്റെ ഓണേഴ്സ്, അതിൻ്റെ വർക്ക് സർവീസ് നടത്താനുള്ള യൂണിയൻകാർ തീരുമാനിച്ചു, ഇവിടെ നിങ്ങളുടെ മൊബൈലെല്ലാം ഈ പ്രവർത്തകരും അവരൊക്കെ ഇടുവന്ന് ഞങ്ങൾ നന്നാക്കാന്ന്, കാശ് വേണ്ടാന്ന്. അതുപോലെ ചായ ഇനി എൻ്റെ ഇത് കഴിഞ്ഞ് വരയ്ക്കുള്ള ചായ ഞാൻ തരും. ഇതൊന്നും കാര്യം പബ്ലിസിറ്റിക്ക് വേണ്ടിയില്ല. അങ്ങനെ എത്രയെത്തരം ആളുകൾ. അതുപോലെ തന്നെ ഈ ശവങ്ങൾ കഴുകി വൃത്തിയാക്കുന്ന അമ്മമാർ, സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ, അതാണ് മുന്നോട്ട് വന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. അതുപോലെ DFIക്കാർ, അതുപോലെ തന്നെ ASF ആളുകൾ, സേവാഭാരതിയുടെ ആളുകൾ, ഇവരെല്ലാം ഒന്നിച്ച് നിൽക്കുന്ന ഒരു കൂട്ടായ. പിന്നെ TG മോഹൻദാസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം ചിലതൊക്കെ നല്ലതാണ്, ചിലതൊക്കെ ഇങ്ങനെ വിഷം ചുറ്റിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കാര്യങ്ങൾ മരിച്ചു കിടക്കല്ലേ, ഇങ്ങനെയൊക്കെ പറയാൻ പാടും. എല്ലാവരും ഒത്തിരി നിൽക്കണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. തൊട്ടപ്പുറത്തിട്ട് വാട്ടർടാങ്ക് ഹിൽ ഗാർഡൻ്റെ കിടക്കുക, അത് എന്ന് പൊട്ടി വീടുമെന്ന് കുറച്ച് ദിവസം പേടിച്ചിരിക്കുന്നത്. അവൻ പൊട്ടി വീടുന്ന ആദ്യമൊക്കെ എനിക്കാണ്, ഇപ്പോൾ പേടിയില്ല. പൊട്ടി വീട് എത്തു വേറെ നിവൃത്തിയൊന്നുമില്ല. നമ്മളങ്ങനെ പേടിച്ചിരുന്നിട്ട് ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ നിന്നും നമ്മുടെ വീട്ടിലൊക്കെ സുഖം, ഒരു മഴയില്ല, അല്ലെങ്കിൽ വെള്ളം കയറുന്ന പരിപാടിയില്ല, കുന്നിടിക്കുന്ന പരിപാടി. പക്ഷേ കുന്നിടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ചുരൽമലയിലെ തൊട്ടപ്പുറത്തൊരു മാതൃഭൂമിയുടെ വാർത്ത കണ്ടത്, അത് കോളനിയിലെത്തിയാണ്, ആദിവാസി കോളനിയാണ്. ആദിവാസി കോളനിയിൽ പ്രളയം വന്നപ്പോൾ അവരുടെ ഇരുന്ന സ്ഥലം പോയി. ഇപ്പോൾ അവർക്ക് സ്ഥലം കൊടുത്ത സ്ഥലത്താണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആ സ്ഥലം പുതിയ സ്ഥലത്ത് അവർ പട്ടയം കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. അവരൊരു പാലുണ്ടായിരുന്നു, ആ പാലടിഞ്ഞ് കുളഞ്ഞു പോയി. എത്രയോ കൊല്ലായെന്നറിയോ ആ പാലൊന്നും പണിത് കൊടുക്കാൻ അവർക്ക് പറ്റില്ല നമുക്ക്. ആ പാലം പണിത് കൊടുത്തിട്ടില്ല. ഇതാണ് നമ്മുടെ ഒരു സിസ്റ്റം. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിൽ അല്ലെങ്കിൽ പുത്തുമലയിൽ അവർക്ക് വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. വാടക വീട്ടിൽ പോയി ഇത് വാടക 2 പ്രാവശ്യം കൊടുത്തു. പിന്നെ 3ാമത്തെ ദിവസം വാടക കൊടുക്കണില്ല. ഇതെല്ലാം നമ്മൾ മറിച്ച് നടത്തണം, നവകേരള സദസ്സ് നടത്തണം. ഇതൊക്കെ കാണണ്ടേ? അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ കൂത്തും കുറേയായിട്ട് നടത്തിയാൽ മതിയോ? ഇങ്ങനെ ഓരോ ഫയലിൽ ജീവനായിട്ട് ഇതൊക്കെ പറഞ്ഞ് പറ്റിക്കഴിഞ്ഞ് പറ്റില്ല വാസ്തവത്തിൽ ആളുകളൊന്നും. പക്ഷേ എല്ലാവരും ഇങ്ങനെ സെക്ടേറിയനായിട്ട് എല്ലാവരും അറകളായി തിരിഞ്ഞാൽ നമ്മൾ ശക്തി നഷ്ടപ്പെടും. മുസ്ലിമും ക്രിസ്ത്യാനും ഹിന്ദുവും മറാഠി RSS എല്ലാവരും ഒരുമിക്കണം, നല്ല കാര്യത്തിന് വേണ്ടി ഒരുമിപ്പിക്കണം. ഞങ്ങളെല്ലാം ഈ തോട്ടപ്പള്ളി സമരത്തിൽ അങ്ങനെയാണ് ചെയ്തത്, വിജയിച്ചു. എന്നെയൊക്കെ ഭയങ്കര എതിർത്തു. എന്തായാലും ഹിന്ദു ഐക്യവേദിയിലെ ആളുകൾ, ബാലനില്ലേ, RSSകാരനില്ലേ, ഇത് ഇടതുപക്ഷത്തിന് എതിരായിട്ടുള്ള സമരമാണ്. അന്ന് ഇടതുപക്ഷം ഭരിക്കേണ്ടിരുന്നു, R ബിന്ദു ആയിരുന്നു മേയർ. പിന്നീട് IP പൂളായി. 2 സമയത്ത് നിങ്ങൾ സമരിക്കേണ്ടി വന്നു. അങ്ങനെ എന്നിട്ട് അതിനെക്കുറിച്ചിട്ട് ഇതൊരു നാട്ടിലൊരു കാര്യം വരുന്നു, എല്ലാവരും ഒരുമിച്ചിരിക്കണ്ടേ? പിന്നെ എപ്പോഴും ഒരുമിച്ച് ഇതല്ലേ നമ്മുടെ ബോധം ഉണ്ടാവുന്നത്. നമ്മുടെ പാർട്ടികളെല്ലാം ഭിന്നിച്ചിരിക്കണം. വ്യത്യസ്ത കാര്യങ്ങളിൽ ഇതല്ലോ ആവശ്യങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കണ്ടേ? അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഒരു കൊല്ലാണ് എന്തൊക്കെ അനുഭവിക്കുക. അപ്പം ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പോൾ ആരൊക്കെ അനുകരിച്ചോ ഇല്ല, ഞങ്ങളൊക്കെ കളിയാക്കി, എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ വന്നു അന്വേഷിക്കാവുന്ന ഇല്ല.
പല അപൂർവം രാജേഷ് കണ്ണൻ ഇപ്പം ഞാൻ ഓർക്കുന്ന പഴയ SFIയുടെ ഒരു കുട്ടി വന്നിരുന്നിട്ട് എൻ്റെ സഹോദരൻ ചോദിച്ചു, പലരും അപൂർവം പേര് വരിക, ചിലർക്ക് പേടി ബന്ധപ്പെട്ടാൽ അവർ നോട്ടപ്പള്ളി വന്നു. ഇതെന്നെ പേടി, എല്ലായിടത്തുള്ള പേടിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാട് കയറുന്നില്ല. അങ്ങനെ ഈ ചൂരൽമേൽ തൊട്ടെടുക്കുന്ന ആദിവാസിക്ക് തുടങ്ങിയാൽ ഇപ്പോഴും അവർക്ക് അവരുടെ ദുരിതം പറയാൻ അവർ പറയാ, ആന വരുന്നു, ഞങ്ങൾ എന്ത് ചെയ്യും, ദേവികയെന്നോ കാർത്തിയാനെന്നോ എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി എത്ര രോഷാവിൽ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആരാണ് കേൾക്കുന്നത്? മാധ്യമ ഇതൊക്കെ ഉണ്ട്, എന്ത് ചെയ്യും? ഈ മാധ്യമങ്ങളിലോട്ട് കുറേ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, മാധ്യമത്തിലും കുറേ ഉണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ നേരത്തെ ഇപ്പോൾ ഒരു മംഗളം മാധ്യമമാണ് ചാനലിൽ ക്ലച്ച് പിടിക്കാൻ വേണ്ടി ഹണി ട്രാപ്പ് ഉണ്ടാക്കിയത്. ഹണി ട്രാപ്പ് എന്താടോ ഇതൊക്കെ? എന്നിട്ട് അവരടുത്ത് റിപ്പോർട്ടർമാർ അതിന് വേണ്ടി തയ്യാറാക്കും, പെൺകുട്ടിന് തയ്യാറാക്കാണ്ട് ഇയാളെ വിരുദ്ധ ഇയാളെ വെച്ചാൽ പൂച്ച എന്ന് പറഞ്ഞ് ശൃംഗാര ലോലനായി മാറി. അത് സ്വാഭാവികമാണെന്നറിയില്ല, അത് നേരിട്ട് പറയണം. ഞാനിങ്ങനെ സുഖമായിട്ടാണ്, എനിക്ക് ഞാൻ മന്ത്രിയായാലും ആ സുഖമൊക്കെ എനിക്കുണ്ടെന്ന് പറയാതെ നമുക്ക് വേണം. അതൊക്കെയാണ് പലപ്പോഴും എനിക്ക് ഈ നമ്മുടെ അഭ്യർത്ഥികളാണോ അതോ മരൂപികളിലാണോ എന്ന് തോന്നുന്നു. ഒരു ആനന്ദിൻ്റെ ഒരു കഥാപാത്രം, എന്നെ നിങ്ങൾ സ്നേഹിക്കരുത്, ഭർത്താവായിരിക്കാനേ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു കഥാപാത്രം എൻ്റെ ഓർമ്മയിൽ വരിക. വളരെ സത്യമാണ്. ഞാൻ ഈ പരിപാടിയൊക്കെ നടത്തുന്നത് നിങ്ങൾ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റണമെന്ന്. ഞാൻ മന്ത്രിയാണ്, ഇവകളുള്ള തരങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയണം എന്ന് അങ്ങനെയെന്ന് വെച്ചാൽ ഇതൊക്കെ എൻ്റെ ദൗർബല്യങ്ങളെന്ന് പറയുമ്പോൾ ഭയങ്കര ദൈവങ്ങളായിട്ട് ആരും അറിയില്ല. ഞാനടക്കം ചെയ്യാൻ പാടില്ല. വസ്തു നമ്മളൊരു കാര്യം വരുമ്പോൾ തെറ്റ് എനിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉൾക്കൊണ്ടിട്ടാണ് സംസാരിക്കുക. ഏതായാലും ഞാൻ ആ വയനാട്ടിൽ ദുരന്തത്തിൻ്റെ ആ ബാക്കി പത്രമാണ് പറഞ്ഞത്. അങ്ങനെ ഒരു കൂട്ടായ്മ ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളത്, അത് കേരളത്തിൽ നിന്ന് പോവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ടില്ല, അർജുനന് വേണ്ടി ഓരോ ആളുകളും പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഈശ്വർ മാൽപ്പെ അയാളെ വന്ന് കരച്ചിലായി വസ്തു, അയാൾ സമ്മതിക്കണം, അപ്പോൾ അയാളുടെ ജീവചരിത്രം ഇങ്ങനെയൊക്കെ പറയും. ഒരു പതിലും അതോ ദൈവമാണ്, ആനേനെ കുതിരേനെ ഒട്ടകാണ്, കുറച്ച് കഴിയുമ്പോൾ അത് അവസാനിച്ചു, ദൈവമില്ല കുതിര. ഇപ്പോൾ നമ്മുടെ ഇതിനിടയ്ക്കാണ് നമ്മുടെ ഒരു കുട്ടിയത്തോട് ഇസ്രായേൽ, രഞ്ജിത്ത് ഇസ്രായേൽ, ആ രഞ്ജിത്ത് ഇസ്രായേലിനെ ഏഷ്യനെറ്റ് ഭയങ്കരമായിട്ട് അടിച്ച് കീറി. എന്നിട്ട് അവസാനം അവിടെ ചെന്ന് അവനൊന്നും പറഞ്ഞൊന്നുമില്ല, അത് അവൻ്റെ രീതിയിൽ അവൻ പറഞ്ഞു, ഇവിടെ നമുക്ക് അവൻ കുറച്ചിട്ട് കിട്ടിങ്ങായില്ലേ, പെട്ടെന്ന് കണ്ടാൽ നമുക്ക് അങ്ങനെയും തോന്നും. ഇപ്പോൾ ഇവിടെ എത്തി, ഇവർ ആരും പറഞ്ഞ സ്ഥലത്ത് നെയ് പറഞ്ഞ സ്ഥലത്ത് ആദ്യം പറഞ്ഞിരുന്നില്ല, പിന്നെ കിട്ടി. ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേൽ കാണാനില്ല, എന്താ കാര്യം? എനിക്ക് ഇത്രത്തേക്ക് കാര്യങ്ങൾ വയനാട്ടിൽ രഞ്ജിത്ത് ഇസ്രായേൽ എവിടെ പോയി? അത് നിരാശപ്പെട്ട് വരാണ്ടായോ എന്നാൽ ആ വാസ്തവത്തിൽ മുൻനിരയിൽ വരേണ്ടതായിരുന്നു. എന്തായാലും നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് മാറ്റമുണ്ടാവേണ്ടതാണ്. നമ്മുടെ ഇതെല്ലാം നമ്മുടെ പ്രതികരണ ശേഷി കുറയ്ക്കരുത്. തിരുവോത്തിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടാണ് വിജയിപ്പിക്കണം. അതേപോലെ തന്നെയാണ് കോടന്നൂർ സമരവും. അപ്പോൾ ആ കോടന്നൂർ സമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോഴും പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോഴും സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്രതിരോധങ്ങളെ, സമരങ്ങളെ, പ്രതികരണങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഈ സിനിമാ മേഖലയിൽ പോലെ തന്നെ എല്ലാ മേഖലയിൽ പോലെ തന്നെ ഈ അന്ധവിശ്വാസികളും ന്യായീകരണ തൊഴിലാളികളായിട്ട് മാറും. അവിടെ 5676 ദിവസമായിട്ട് സമരം നടക്കണം. ഇപ്പം മങ്കുഴി സജീഷ്, അരിമ്പൂർ കൊടക്കാടൻ ഷിജോ ആൻ്റണി, പെരുമ്പുള്ളി ജയന്തി നാണു, കല്ലൂക്കാരൻ ജോൺസൺ മാമ്പുള്ളി, കമലാബായ്, ചന്ദ്രശേഖരൻ പുളിപ്പുറം, സൂര്യപുരപ്പുറം, മുരളീധരൻ, ഫ്രാങ്കോ ഫ്രാൻസ്, ആലപ്പാട്, CBR, ഇങ്ങനെ ഒട്ടേറെ ആളുകൾ, എല്ലാവരും പേര് എനിക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും അവർ ഇരിക്കുന്നുണ്ടല്ലോ, വിജയിച്ചു എന്നുള്ളതല്ല. ബാർ നടക്കുന്നുണ്ട്, ബാറിൽ പിയർത്ത് കുത്തി അവിടെ തല്ലും വഴക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് തെറ്റാണെന്ന് പറയാൻ ആളുകളുണ്ടാവുന്നുണ്ട്. ആ പറഞ്ഞാൽ ശരിയുടെ ഒപ്പം നിൽക്കണ്ടേ? അത് രാഷ്ട്രീയക്കാരെല്ലാം ഒരുമിച്ച് നിന്നതല്ലേ? നാണമാവില്ല അവിടുത്തെ ആൾ. മുകുന്ദനെ MLA മുകുന്ദനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഇതിൽ മുന്നിൽ നിൽക്കേണ്ട ആളുകളല്ലേ, ഈ പിൻവാങ്ങാണ് ചെയ്യുന്നത്. അവിടെ CPMൻ്റെ ആളുകൾ, അതിൻ്റെ ആളുകൾ, കോൺഗ്രസിൻ്റെ ആളുകൾ എൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ നമ്മൾ സുനിൽ ലാലുവരും ഒക്കെ വന്ന് സപ്പോർട്ട് ചെയ്തു. എന്നിട്ട് അവരെ കണ്ടില്ലല്ലോ. ഇപ്പോൾ അവർ മാത്രം കേസും കൂട്ടും. ഇവിടെയുള്ള ഒക്കെ ഈ ബ്രിജ്ഭൂഷണവരൊക്കെ ഇതുപോലെ തന്നെ ലൈംഗിക പഠനം നടത്തിയ ആൾക്ക് കേസില്ല കേട്ടോ. അവിടെയും ബാറിനെതിരായിട്ട് സമരുന്ന പാവങ്ങൾക്ക് 5-10 ദിവസം 2 ആഴ്ച ജയിലിൽ പോയി കേസുകൾ വലിയ കൊലപാതകളുടെ കേസ് എടുത്തിട്ടുള്ളൂ. ഇതാണോ നമ്മുടെ നാട്ടിൽ നടത്തുന്നത്? ഈ കണ്ടില്ല, ഇപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ വിളിച്ചു പറയുന്നത് ഈ കോടതി കയറി കഴിഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞാലും കഴിയില്ല പരിപാടി. ഈ വലിച്ചു നീട്ടി ഇപ്പം കണ്ടില്ലേ ദിലീപിൻ്റെ കേസ് കഴിഞ്ഞു. അപ്പോൾ കോടതിയും ശ്രദ്ധിക്കണം. ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ വേഗം അവസാനിപ്പിക്കാനുള്ള വരുന്നുണ്ട്. നീട്ടി വക്കീലന്മാരും കണക്ക് ശരി, പല ജഡ്ജിമാരും കണക്ക് ശരിയാണ്. അപ്പോൾ ഇതെല്ലാം മൊത്തം സമൂഹം എഴുന്നേറ്റ് സംസാരിക്കണം. ഏത് വിഷയത്തിലായി എന്നാണ് ഞാൻ പൊതുവായിട്ട് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ വാസ്തവത്തിൽ ഇപ്പോൾ കൽക്കത്തയിലെ ഒരു ജൂനിയർ ഡോക്ടറെ ക്രൂരമായ ബലാത്സംഗം ചെയ്ത് നേരത്തെ പറഞ്ഞാണ് നമ്മുടെ വിദ്യാർത്ഥികളെ ആൺകുട്ടികളൊക്കെ പഠിപ്പിക്കേണ്ട സമയമായി. ഒരു പെൺകുട്ടിയെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് നിങ്ങൾ പ്രസവിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ ചെയ്ത കുട്ടികളെല്ലാം ഇതുപോലെ ജനിക്കുമ്പോൾ ഉണ്ടായില്ല. പക്ഷേ എത്ര ക്രൂരമായിട്ട് ചെയ്ത് അത് അവിടെയുള്ള ആളുകൾ തന്നെ അതിന് ഒത്താശ ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കേൾക്കുന്നത്. അതിന് മഹാരാഷ്ട്രയിൽ ചെറിയ കുട്ടികളുടെ അധ്യാപകർ കാണിച്ചു. ഇങ്ങനെ വിവിധ രീതിയിൽ എനിക്കൊന്നും അപകടം പറ്റരുതെന്നാണ് എൻ്റെ
എൻ്റെ ആഗ്രഹം. തലയിരിച്ച് പോകരുത്, മനസ്സിലെല്ലാം ഒരു എപ്പോഴും ഈ ലൈംഗിക കാര്യത്തിൽ പെട്ടുപോരുന്ന ആഗ്രഹിക്കുന്ന ഒരാളും കൂടി അഴിമതിയിൽ പെടരുത്, കള്ളത്തരത്തിൽ പെടരുത്. പരമാവധി നമ്മൾ സൂക്ഷിച്ച് ജീവിക്കണം. മരിക്കുമ്പോഴും വലിയ തല കീഴ്പ്പെടാതെ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. വലിയ കുസ്തികളിലേക്ക് പോകാതിരിക്കുന്നത്, സംഘർഷത്തിലേക്ക് പോകരുത് എന്നാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്. ആവശ്യമില്ലാതെ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ പോയി ഞാനില്ലെങ്കിൽ ലോകം ഇടിഞ്ഞു വീഴും, ഞാനില്ലെങ്കിൽ സ്കൂളില്ലാണ്ടാവും, ഞാനില്ലെങ്കിൽ അത് ചിന്തിക്കാൻ ഞാൻ ഒഴിവാക്കണം, ഇല്ലെങ്കിൽ ലോകമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ കേന്ദ്രീകരിക്കുന്ന പച്ചക്കറി കിച്ചക്കറി ചെയ്ത് ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും സ്വാതന്ത്ര്യമായിട്ട് പറയും, ഇങ്ങനെ ആ കുട്ടിയോട് ഐക്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ബ്രിജ് ഭൂഷൺ എപ്പോഴും നമ്മുടെ വിനേഷ് ഫോർട്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു 100 ഗ്രാമിൻ്റെ വ്യത്യാസം, അത് നിയമമാണ് വസ്തുത, അത് നിവൃത്തിയില്ല എന്നാണ്. പക്ഷേ അത് 100 ഗ്രാം വർദ്ധിപ്പിക്കാൻ വേണ്ടി വേറെ വല്ലതും ചെയ്തോ ഒന്നും അറിയാൻ സാധിക്കില്ല. അവരെല്ലാം കൂടിയാണ് ഇങ്ങനെ. പക്ഷേ അഭിനേഷ് ഫോർട്ടിന് വേറൊരു ഗുണമുണ്ടായി, അവരെ നാട്ടുകാർ അവരെ സ്വീകരിച്ചു എന്നുള്ളതാണ് കാര്യം. ആ പെൺകുട്ടിയെ അവൾ വീണ്ടും ചരിത്രത്തിൽ അവർ വലിയൊരു കുട്ടിയാണ്. ഈ പാർവതി തിരുവോത്തിനെ പോലെ, ലൂസി കളപ്പുരയ്ക്കെ പോലെ വിനേഷ് ഫോഗട്ടിനൊക്കെ ചേർത്ത് പിടിക്കണം നമ്മുടെ നെഞ്ചോടുകൂടി. നമ്മുടെ കുട്ടിയാണ്, നമ്മുടെ കുട്ടികളാണ് അവരൊക്കെ. ഇപ്പോൾ നമ്മുടെ അർജുനൻ നമ്മുടെ മോനായി മാറിയിരിക്കും, നമ്മുടെ കുട്ടിയായിരിക്കണം. അവന് നീതി കിട്ടണം, അവരുടെ ഷർട്ടിൻ്റെ തുമ്പൊരു ബട്ടണെങ്കിലും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ വാസ്തവത്തിൽ. ആ എന്ത് കർണാടക ഭരണകൂടമാണെന്ന് DK ശിവകുമാറായാലും സീതരമേലും നാണമാവില്ല എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾക്കൊക്കെ. ഈ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? നിങ്ങൾ എന്ത് സംവിധാനമാണ് ഈ നാട്ടിൽ റോക്കറ്റ് വിടുന്നു, അങ്ങോട്ട് കൂടി ചന്ദ്രനിലേക്ക് പോകുന്നു, ഇതൊന്നും കണ്ടുപിടിക്കാൻ ഒരു ചെറിയ സംവിധാനം ചെയ്ത് ജീവിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് കാര്യം, എന്ത് ഭരണകൂടം, എന്ത് കേന്ദ്രം എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത് വസ്തുത. എന്നാൽ ഈ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഞാൻ ഇപ്പോഴും ഇടയിൽ വയനാട്ടിൽ ഇന്ത്യൻ ആർമി അവിടെ ചെറിയ പ്രദേശത്ത് ചെറിയ വഴിയിൽ ആ വണ്ടി ഹെലികോപ്റ്റർ ഇറക്കി ഗംഭീരമായി എന്നുള്ള സൈന്യത്തെ സെല്യൂട്ട് ചെയ്യും നമ്മൾ. വാസ്തവത്തിൽ ഗംഭീരമായിട്ട് രക്ഷാപ്രവർത്തനം സൈന്യം ചെയ്തു തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ഇന്ത്യയുടെ സൈന്യം അങ്ങനെയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരിപ്പോൾ റോബോട്ടും ഇതൊക്കെ പ്രയോജനപ്പെടുത്തണം. ചന്ദ്രനിലും സൂര്യനിലും പോയി ആളുണ്ടോ നോക്കൽ മാത്രമല്ല, നമ്മുടെ ശക്തി പോയിട്ട് തെളിയിക്കാനല്ല, നമ്മൾ ഇതൊക്കെ കൂടി ചെയ്യണം എന്നാണ് സാമ്പത്തികമായിട്ട് പറയാനുള്ളത്. നീട്ടുന്നില്ല ഈ ഹേമ കമ്മിറ്റിയിലൊക്കെ ഒരുപാട് ആളുകൾ വന്നു. അതെല്ലാം ഞാൻ മാറ്റിവെക്കുകയാണ്. അതെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞ വിശേഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കോടതി സംരക്ഷണങ്ങൾ ഐക്യപ്പെടണം എന്നുമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാനത് റൗണ്ട് അപ്പ് ചെയ്യാൻ പോവാണ്. അധികം നീട്ടി കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉക്രൈൻ റഷ്യ കുറച്ച് പതറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉക്രൈൻ തിരിച്ചടിക്കുകയാണ്, റഷ്യയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. യുദ്ധം അവസാനിക്കില്ല ഇയാൾ തോന്നുന്നു. പലസ്തീനിൽ ഗാസ 40,000 മേലെയായിട്ടുണ്ട്. ഹിസ്ബുള്ളിക്കെതിരായിട്ട് ഇസ്രായേൽ പ്രവർത്തിക്കേണ്ടി വരും. എനിക്ക് ഇപ്പോഴും ഇസ്രായേലിനെ അവരുടെ ഈ പ്രവർത്തനം കൊണ്ടുണ്ടാവണം അപകടത്തെ എതിർക്കെങ്കിലും അവർ പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്ക് സമരം ചെയ്യേണ്ടി വരും, യുദ്ധം ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് തോന്നുന്നത്. പലസ്തീൻ്റെ രാഷ്ട്രം വേണമെന്നുള്ള കരുതി ശംശീർ. പക്ഷേ ഹിസ്ബുള്ളയെ പോലെ ഹമാസിനെ പോലെ അടിച്ചമർത്താതെ മുന്നോട്ട് പോയില്ല. ഹിസ്ബുള്ളയിൽ പിന്നിൽ മറ്റുള്ള എല്ലാ രാജ്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക സഹായിക്കേണ്ടി കൂടി വരും, അല്ലെങ്കിൽ ഇല്ലാതാക്കപ്പെടും. ആ രാജ്യത്തെ പ്രതിരോധിച്ചാൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഹിസ്ബുള്ള അവർ പറഞ്ഞില്ല, ഹിസ്ബുള്ള ഉണ്ടെങ്കിൽ ഞങ്ങൾ ലോകം നശിപ്പിക്കും, ഹൂതികൾ ഞങ്ങൾ ഇറങ്ങും, അല്ലെങ്കിൽ എന്താണ് മറ്റവരാണ് അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സംവിധാനത്തിന് നമ്മൾ വക വെച്ച് വളർക്കാൻ. അത് മുസ്ലിം നിലയ്ക്കുമല്ല, ഈ മുസ്ലിമും ക്രിസ്ത്യാനിയും നിലയ്ക്കല്ല നമ്മൾ കണക്കേണ്ടത്. മനുഷ്യനെ ഇങ്ങനെ യാതൊരു ബന്ധമില്ല കൊലയ്ക്ക് ബോംബിടലിന് അക്രമത്തിന് യാതൊരു സിദ്ധാന്തങ്ങളുടെ അല്ലെങ്കിൽ മതവിശ്വാസങ്ങളുടെ പേരിലൊക്കെ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും നമ്മൾ എതിർക്കണം. അതിന് നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കണം എന്നാണ് സാധ്യത. അപ്പോൾ ഇറാനിലിപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ അത് വലിയ അപകടത്തിലേക്ക് പോയിട്ടില്ല. എപ്പോൾ വേണം സംഭവിക്കാം. ബംഗ്ലാദേശ് ഹസീന ഇന്ത്യയിൽ അഭയം പ്രാപിച്ചു മനസ്സിലാക്കുന്നത് അവിടെ വലിയ രീതിയിൽ അപകടം ഉണ്ടാകുന്നു. അവിടെയുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ പ്രതിമയെല്ലാം തല്ലുടച്ചു എന്നാണ് കേൾക്കുന്നത്. അത് നമ്മുടെ ഇവിടെ ത്രിപുരയിലുണ്ടായി. റഷ്യയിൽ ആ ആളോടുള്ള ദേഷ്യം കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടൊരു ദോഷമാണ്. ഈ സ്വാതന്ത്ര്യമില്ലാണ്ട് വരുമ്പോൾ എല്ലാം പ്രതിഷേധം ഈ രീതിയിൽ പോകും. യേശുവിനെ നമ്മൾ എതിർക്കും ചില സ്ഥലങ്ങളിൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യേശുവിനോടുള്ള എതിർപ്പല്ല, മറിച്ച് ഇവിടെയുള്ള ബിഷപ്പുമാരുടെ കുരിശും കൊണ്ട് നടക്കുന്ന ബിഷപ്പുമാരുണ്ടല്ലോ, അവരുടെ ചെയ്തികൾ കാണുമ്പോൾ ഇതിനൊക്കെ വെറുപ്പ് മനുഷ്യർക്കുണ്ടോ. അത് എല്ലാവരും ഒരു കാര്യമല്ല ഞാൻ പറഞ്ഞത്, എല്ലാ കാര്യത്തിലും. ചില ആളുകളൊക്കെ ഉണ്ട് ഇന്നലെ വരെ ടൗസായിട്ട് നടന്നിട്ട് ഇപ്പോൾ അച്ഛനായി കഴിയുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ദൈവത്തിൻ്റെ പുണ്യാളന്മാരാണ്, അതുകൊണ്ട് ബിഷപ്പ് ആയി കഴിഞ്ഞാൽ അങ്ങനെ തല കുനിക്കാതെ ഞാൻ ദൈവത്തിൻ്റെ പുണ്യം ഒരു ദുഃഖമില്ല എന്നുള്ളത് അടുത്തുള്ളവർക്കും എല്ലാവർക്കും ഈ അകലുകൾക്കും അറിയേണ്ടതാണ് വാസ്തവത്തിൽ. പക്ഷേ അവർ നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ സ്വീകരിക്കും വേണം. അത് മറിച്ച് എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കണം, വിമർശനത്തിന് വിധേയമാക്കുക അല്ലെങ്കിൽ അപകടം ഉണ്ടാവും എന്നുള്ളതാണ് ഈ സ്വാതന്ത്ര്യം വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്.
അപ്പോൾ ഇറാനിൽ അതുപോലെ തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇപ്പോൾ മുഹമ്മദ് യൂനസ് അദ്ദേഹം നോബൽ സമ്മാനം ചെയ്യാൻ സാധിക്കട്ടെ, ഒരു രാജ്യം അങ്ങോട്ടോട്ട് കത്തിക്കുത്തിയേറി നശിക്കാതിരിക്കട്ടെ. അതെല്ലാം ഇന്ത്യയെ വലിയ ബാധിക്കും. ഇന്ത്യക്ക് ഭയങ്കര അപകടമാവാൻ പോവുകയാണ്. വാസ്തവത്തിൽ ചുറ്റും എതിരാളികൾ വർദ്ധിച്ച് വരുന്നു. ഇന്ത്യയുടെ രൂപവും രീതിയും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ സംഘർഷം ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇങ്ങനെ വിവിധ രീതിയിൽ ചൈനയിലത്തെ വിവരം അറിയാൻ നമുക്ക് കിട്ടില്ല. അവിടെ അത്രയും ഇരുമ്പ് മറയിലുള്ളതാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വരണമെന്നാവില്ല. ഈ മുതലാളിത്തത്തിൻ്റെ വേറെ രീതിയിലുള്ള പകിട്ട് ചോന്നകൊടി മാത്രമേ ഉണ്ടാവുള്ളൂ. ചെയ്യുന്നതൊക്കെ വേറെ രീതി ഈ ചൂഷണത്തിൻ്റെ വേറെ ഉപാധികളായിരിക്കാൻ സാധ്യത കൂടുതലുണ്ട്. എന്തായാലും വിദേശത്തും കേൾക്കുന്ന ഫ്രാൻസിൽ അവിടെ ഇവിടെയൊക്കെ ഈ മതവെറിയന്മാരും റേസിസ്റ്റുകളും വംശീയ ഉള്ളവരിപ്പൻ്റെ പെങ്ങളവൻ ഇങ്ങനെ സ്പെയിനിൽ സംസാരിച്ചപ്പോൾ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഒരു അമ്മ തടഞ്ഞു, നിങ്ങൾ പോകരുത്. അപ്പോൾ എന്താ കാര്യം ചോദിച്ചപ്പോൾ നിങ്ങൾ മോഷ്ടാക്കളാണെന്ന് എങ്ങനെയാണ് തീരുമാനിക്കല്ലാന്ന് എങ്ങനെ തീരുമാനിക്കുക? ഓൻ ചോദിച്ചു ധൈര്യമായിട്ട്, എൻ്റെ ബ്രൗൺ സ്കിന്നാണോ നിങ്ങളതിന് വേണ്ടി പറയാൻ പ്രേരിപ്പിച്ചത്? ഉടനടി അവർ അത്രയും ഉയർന്ന ആളുകളുടെ അല്ലല്ലോ നിങ്ങൾ അങ്ങനെ വംശീയമായി ചിന്തിക്കുന്ന ആളുകളല്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയുന്നു. അത് അവരുടെ ചോദിക്കും. നമ്മുടെ പക്ഷേ പൊത്ത സമൂഹത്തിൽ മുഴുവൻ ബ്രൗൺ എന്നും മദ്രാസി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ അധിക്ഷേപങ്ങളും മറ്റൊക്കെ നടക്കുന്ന ഒട്ടേറെ പന്തുകളിലൊക്കെ നോക്കുകയാണ്. എന്നെ അവസാനിപ്പിക്കുന്നതിനിടയിൽ വളരെ സന്തോഷമായി തോന്നിയത് ഞാൻ ചിലപ്പോൾ കുറിച്ചൊക്കെ വയ്ക്കുക ഇന്ന് വിട്ടുപോയിട്ടുണ്ടാവും. ഇപ്പോൾ എനിക്ക് ഇപ്പോഴും വിഷമമുണ്ട്. കേജ്രിവാൾ ഒരു ജയിലിലാണ്. അതൊക്കെ എന്തൊക്കെ മദ്യനയത്തിൽ എന്തോ ശരി പരിപാടി, എന്നിട്ട് ഇത്ര പോലും നടപ്പാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഹേമന്ത് സോറൻ ഒന്ന് രാജിവെച്ചു മുഖ്യമന്ത്രിയായി. ഇപ്പോൾ എന്താ ഈ മുൻ മന്ത്രി ചമ്പൈ അല്ലേ, ചമ്പൈ സോറൻ BJPയിലേക്ക് പോകാൻ പോകണം. എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഇതുപോലെ എല്ലാ വന്നാലും കേജ്രിവാളിന് ജാമ്യം കിട്ടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മൊത്തത്തിലുള്ള നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷം എല്ലാവരും ഇപ്പോൾ ജമ്മു കാശ്മീരിലൊക്കെ ഇലക്ഷൻ നടക്കണം, അല്ല ഇന്ത്യ മുന്നണിയൊക്കെ വിജയമേ ഇരിക്കട്ടെ. അടുത്ത വർഷം എല്ലാം കൂടി ഒരുമിച്ച് നിന്നിട്ട് ഈ മത ധ്രുവീകരണത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ അംബാനിക്കും ഈ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള സംവിധാനത്തെ തോൽപ്പിക്കാൻ കഴിയട്ടെ. സാധിക്കുമെന്നും അറിയില്ല. അവർ കുറച്ച് കഴിയുമ്പോൾ വിജയിക്കുമ്പോൾ അതൊക്കെ മറക്കും ചെയ്യും. ഉണ്ടാവാതിരിക്കട്ടെ മാത്രമല്ല നമുക്ക് ആയിരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എത്ര പേരെ കണ്ടു. ഇപ്പോൾ നമ്മുടെ ബീഹാറിൽ തന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, സമാജ്വാദി പാർട്ടി അല്ല മാധവ പാർട്ടിയല്ല BSP എത്ര ഗംഭീരമാണ് വന്നത്. എന്നിട്ട് ഇപ്പം എന്തായി? അങ്ങനെ എല്ലാ രംഗത്തും സ്ത്രീകളായതുകൊണ്ടും ദളിതായതുകൊണ്ടൊന്നും കാര്യമില്ല. ഈ ചക്രവാളത്തിൽ കഴിയിട്ട് കഴിഞ്ഞാൽ നക്കാത്തവർ വളരെ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷ കേൾക്കുന്ന രീതിയിൽ പോരാട്ടങ്ങളും കർഷക സമരവും ഒക്കെ നമ്മൾ ചേർത്ത് പഠിക്കും. വിനേഷ് ഫോഗട്ടിനെ ഒക്കെ നമ്മൾ കണ്ണാണ് പാർവതി രോഗത്തും നൂലുവശിക്കുളപ്പിലൊക്കെ നമ്മളുടെ ചങ്കാക്കി മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ലോകത്തിലും അങ്ങനെ തന്നെ നമുക്ക് ചെയ്യണം. ഇപ്പോൾ ഈ ഞാൻ പെട്ടെന്ന് എൻ്റെ എപ്പോഴും എന്നെ നോക്കും, മിന്നിനെ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കും. പക്ഷേ 5 വിക്കറ്റ് എടുത്ത് തോറ്റെങ്കിലും വളരെ ഉഷാറായ പെൺകുട്ടി. അതുപോലെ തന്നെ സജ്ജനയായാലും ആശ ഒക്കെ ആണെങ്കിലും ഇപ്പോൾ അടുത്ത് ഞങ്ങളുടെ മറ്റൊന്നും എനിക്ക് തോന്നി നോർത്ത് ഈസ്റ്റേൺ യുണൈറ്റഡ് ഡൂറൻറ്റ് കപ്പിൽ ഇപ്പോൾ ഫൈനലിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ടീം. ഞാൻ പറഞ്ഞു വന്നത് അതിലൊരു താരം ഞങ്ങൾക്കും കൂടി ബഹുമാനിക്കപ്പെടുന്നതാണ്. അവന് ചെറുപ്പം മുതൽ ഞങ്ങൾക്കറിയാം. വൈലുപ്പള്ളി സ്കൂളിൽ അവൻ 2 ദിവസം വിട്ട് അവിടെയായിരുന്നു. ഈ അടുത്ത് ഞങ്ങൾ സ്വീകരണമൊക്കെ കൊടുത്തു അവന് നമ്മുടെ ഇന്ത്യൻ ക്യാമ്പിലേക്ക് തിരഞ്ഞെടുത്തതിൽ. ഇപ്പോൾ ആ കുട്ടി ആ ഡൂറൻറ്റ് കപ്പിൽ ഫൈനലിലേക്ക് എത്തിക്കുന്ന നോർത്ത് ഈസ്റ്റിൻ്റെ ഗോൾ നേടാൻ സുന്ദരമായി പാസ് കൊടുത്തത് MS ജിതിനാണ്. ചെറിയ വീട് അവൻ്റെ വീട്. ഞാൻ അവൻ്റെ വീട്ടിൽ പോകണമെന്നും അവൻ്റെ ഒരു അഭിമുഖം നടത്തുന്നൊക്കെ ആഗ്രഹിച്ചത്. ഏറ്റവും പ്രയാസപ്പെട്ട വീട്ടിൽ ഇപ്പോഴും ട്രോഫി വയ്ക്കാൻ സ്ഥലമില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ ആ ജിതിനെ MS ജിതിനെ ബിഗ് സല്യൂട്ട് ഞാൻ ഈ സമയത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ നാട്ടിൽ MDMA ഒക്കെ പിടികൂടുന്നുണ്ട്. ഇതിപ്പോൾ ഇന്ന് 6 പേരെ പിടികൂടി 2140 140 MDMA ഗ്രാം, വേറെ സ്ഥലത്ത് 113 ഗ്രാം MDMA ഒക്കെ പിടികൂടിയെന്നാണ്. നമ്മൾ അരിക്ക് പകരം ഈ വക സാധനങ്ങൾ എപ്പോഴും കഴിക്കണം. ആരാണ് ശ്രദ്ധിക്കുന്നത്? ഇതെല്ലാം കൂടി വായിക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ പൊതുബോധത്തിലെ പ്രതിഷേധത്തിൻ്റെയും അതുപോലെ തന്നെ പ്രതികരണത്തിൻ്റെയും ശക്തി വർദ്ധിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയുന്നത്. അവസാനമായിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നിയത് 1-2 കാര്യങ്ങൾ പറഞ്ഞേക്കാം. നമ്മുടെ നീരജ് ചോപ്രയ്ക്ക് സെക്കൻഡാണ്, വെള്ളിയാണ് കിട്ടിയതെന്നുള്ളത്. ആ വെള്ളി കിട്ടുമ്പോൾ ഒന്നാമത് കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പേര് അർഷാദാണ്. അപ്പോൾ അർഷാദിൻ്റെ അമ്മ പറയുന്നത് എന്തറിയോ? നീരജയുടെ അമ്മ പറഞ്ഞു എന്താണ് നീരജയുടെ അമ്മ പറഞ്ഞത് അർഷാദ് എൻ്റെ കൂടി മകനാണെന്നാണ്.
അർഷാദിൻ്റെ അമ്മ പറയണു, നീരജൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൻ അർഷാദിൻ്റെ സഹോദരനാണ്. ഇങ്ങനെ പറയുന്ന അമ്മമാരും കൂടി ലോകത്തില്ല. അവർ പാകിസ്ഥാൻകാരികളാണെങ്കിൽ പോലും ഇതാണ് ശരിക്കും സ്പോർട്സ് മെബിലിറ്റി. നമുക്ക് വളരെ സന്തോഷം ഉണ്ടാവുന്നുണ്ട്. എനിക്കൊരു സന്തോഷമായ വീഡിയോ കണ്ടത്, അത് നമ്മുടെ കെനിയക്കാരും സ്പെയിൻകാരും തമ്മിലുള്ള എന്താണ് അത്ലറ്റിക്സാണ്. അപ്പോൾ അതിലൊരു ഓട്ടത്തിൽ കെനിയൻ്റെ പേര് ആബിയൽ മുത്തയ്യ എന്നാണ്. വീഡിയോ ഇടയ്ക്കിട്ട് ഇങ്ങനെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവും. ആബിയൽ മുത്തയ്യ വിചാരിച്ചു അതിൻ്റെ വിജയ ലൈൻ എത്തിയെന്ന് വിചാരിച്ച് അദ്ദേഹം നിർത്തി. അപ്പം പിന്നിൽ വന്ന സ്പെയിൻ ഇവാൻ ഫെർണാണ്ടസ് കാണുകയാണ്. അവനറിയാണ്ടാണ്, ഏറ്റവും ഒന്നാമത് എത്തേണ്ട ആളാണ്. അവനെ തള്ളി ആ ലൈൻ കടത്തി വിട്ടു. ഇവനെന്താണ് കുറേ നേരം വിളിച്ചിട്ടും വരുന്നില്ല, അപ്പോൾ ഓടണില്ല. അപ്പോൾ അയാൾ തള്ളി ആ ലൈനിന് അപ്പുറത്തേക്ക് കൊണ്ടാക്കി അവനെ ഒന്നാമതാക്കി. ഇത് ഗംഭീരമായിട്ടുള്ളൊരു വാർത്തയും കൂടിയായിരുന്നു ആ സ്ഥലത്ത്. എനിക്ക് വളരെ സന്തോഷം തോന്നി, ഇങ്ങനെ മനുഷ്യരുണ്ടല്ലോ ഈ ലോകത്തിൽ എന്നാണ് ഞാൻ വെച്ചത്. അദ്ദേഹം അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ, ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ എന്ത് ഭംഗിയാണുള്ളത്, ഒരാൾ ജയിക്കാൻ പോവുകയാണ്, സാങ്കത്യത്തിൻ്റെ പേരിൽ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ പിന്നോക്കം പോയി ആ സ്ഥാനം ഞാൻ ഏറ്റെടുക്കുകയാണോ എന്ന് പറഞ്ഞ ആ സ്പെയിൻകാരൻ്റെ മനസ്സുണ്ടല്ലോ. പക്ഷേ എനിക്ക് ഭരതനെ കുറിച്ചിട്ട് ഓർമ്മ വന്നത്, ചേട്ടൻ ഒരു വനവാസത്തിന് പോയിട്ട് ആ പാതുകം മാത്രം വെച്ചുകൊണ്ട് ആ അധികാര കസേര കയറിയിരിക്കാത്ത മനസ്സുള്ള മനുഷ്യരാണ് ഇന്ത്യയിൽ. ഈ ഭരതൻ്റെ നാടാണ് നമ്മുടെ. അങ്ങനെയും കൂടി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ശ്രീകൃഷ്ണ ജയന്തിയിൽ പറയുന്നത്, ശ്രീകൃഷ്ണൻ ചില പറയും കുചേലൻ മാത്രമേ പട്ടിണി പാവങ്ങളെ ദരിദ്രവാസികളെ കണ്ടുള്ളൂ, മറ്റുള്ളവരെ കണ്ടില്ല, സ്വീകരിച്ചില്ല. അതെല്ലാം ഒറ്റൊരു തലം. പക്ഷേ ദരിദ്രവാസികളായിട്ടുള്ള സുഹൃത്തിനെ സ്വീകരിക്കാൻ ഒരു ശ്രീകൃഷ്ണനെങ്കിലും സാധിച്ചല്ലോ എന്നുള്ളതാണ്. ഇന്ന് കാലത്ത് ഏതെങ്കിലും മന്ത്രി, ഏതെങ്കിലും വലിയ വലിയ ആളുകൾ തൻ്റെ കൂടെ ഉള്ളവർ എത്ര പേരെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീകൃഷ്ണ ജയന്തി നമ്മുടെ കുട്ടികൾ ശ്രീകൃഷ്ണൻ്റെ വേഷം കിട്ടുമ്പോൾ നല്ല രസമുണ്ട് കാണാനൊക്കെ. അതിനപ്പുറം ഞാൻ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അങ്ങനെ ഇതെല്ലാം മതമായിട്ട് മാറ്റും. ഇതെല്ലാം പാർട്ടികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തരുത്. ഇതൊക്കെ കാണാൻ രസകരമായിട്ടുള്ളതാണ്. ശ്രീകൃഷ്ണൻ്റെ നല്ല ഗുണങ്ങളെല്ലാം നമ്മൾ സ്വീകരിച്ചാൽ മതി. കുചേലനെ സ്നേഹിക്കുന്ന കാര്യം, പഞ്ചാലിയുടെ വസ്ത്രക്ഷേപത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ അങ്ങനെ നീതിക്ക് വേണ്ടി നിലകൊള്ളാനുള്ള മനോധൈര്യം, ഇതൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വസ്ത്രം ശാല മോഷിക്കുന്ന 1008 ഭാര്യമാരുണ്ടെന്ന് പറഞ്ഞ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എല്ലാവരും നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് ഈ ഇവാൻ ഫെർണാണ്ടസിൻ്റെ മനസ്സിലേക്ക് നമുക്ക് കടക്കണം. ആബിൽ മുത്തയ്യെ നമ്മൾ കണ്ടാൽ തിരിച്ചറിയാണ്ടിരിക്കരുത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ വിജയിക്കാൻ തെറ്റായ വഴികളെയല്ല, സത്യസന്ധതയുടെ മൂല്യങ്ങളെയാണ് നാം മുറുകെ പിടിക്കേണ്ടത്. വിജയിക്കാൻ തെറ്റായ വഴികളെയല്ല, സത്യത്തിലുള്ള മൂല്യങ്ങളെയാണ് നമ്മൾ മുറുകെ പിടിക്കുക. നമ്മൾ പറയാറില്ലേ, നമ്മൾ അധർമ്മത്തിലൂടെ വിജയിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മത്തിലൂടെ തോൽക്കുകയാണെന്ന് പറയാറില്ലേ. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കുക. ജാതി മതമൊക്കെ നമുക്ക് ഉണ്ടാവട്ടെ. പക്ഷേ നമ്മുടെ ചുറ്റുപാടുകളിൽ, അമേരിക്കയിലും ദക്ഷിണാഫ്രിക്കയിലും കൊറിയയിലും ചന്ദ്രനിലും പോകേണ്ട കാര്യം മാത്രമല്ല, നമ്മുടെ ചുറ്റുവട്ടത്തിൽ നീതി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നോക്കുക. കൊടിയുടെ നട നോക്കരുത്, ദൈവത്തിങ്ങളെ നോക്കരുത്, മറ്റ് ആചാര്യന്മാരെയും തത്വശാസ്ത്രത്തെയും ഫോട്ടോകളുടെയും മുന്നിൽ നിൽക്കാതെ നാം ഇങ്ങനെ അനീതിക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സമൂഹം, സിവിൽ സമൂഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.